ഏഹ് മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ട്ലിക്ക് ഇട്ട കാരണമാണോ? സാറ് പറഞ്ഞ ആ ഒരു പോലെ ആർസിഎമ്മില് ഓരോ ദിവസം ചെല്ലും തോറും ഓരോരുത്തരും സുന്ദരന്മാരും സുന്ദരികളായിട്ട് മാറുന്നു എന്ന് പറയുന്ന അല്ല, മോഹൻദാസ് പറഞ്ഞപ്പോ ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോ ശരിയാണ്. മാളവിക മുന്നേ കണ്ട മാളവിക അല്ല ഇന്ന്. ഇന്ന് വലിയൊരു മാറ്റം. കാരണം എന്താണ്? നമുക്കറിയാം, ഇന്ന് ആർസിഎമ്മിലൂടെ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ ആർസിഎം ഏറ്റെടുത്തു കഴിഞ്ഞു. മാളവികയുടെ അമ്മയിലൂടെയാണ് മാളവിക ആർസിഎമ്മിലേക്ക് കടന്നു വരുന്നത്. അമ്മ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു കുറച്ചു പേർക്കൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് വന്നിരുന്നില്ല. മകള് വന്നു, മകള് ആർസിഎമ്മിനെ കേട്ടു, മനസ്സിലാക്കി. ഇത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി തരാൻ പറ്റാവുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി ഇന്ന് വളരെ ഗംഭീരമായി തന്നെ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സ്റ്റാർ ഗോൾഡ് അച്ചീവറാണ്. നമ്മളിതൊന്ന് മനസ്സിലാക്കണം. ഇന്ന് പല ആളുകളും മാളവികയോട് ചോദിച്ച ഒരു കാര്യം, മകൾ എന്തിനാണ് ഈ ഉപ്പും മല്ലും മുളകും വിൽക്കാനായിട്ട് നടക്കുന്നത്? എന്തിനാണ് ഈ പഠിക്കുന്ന കുട്ടിയെ ഇങ്ങനെ ക്ലാസ്സുകൾക്കും അതുമാതിരി തന്നെ ഈ ഉൽപ്പന്നങ്ങൾ പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കാൻ നടത്തിക്കുന്നത്? അവളെ പഠിപ്പിച്ചോടെ, ഒരു ജോലി സമ്പാദിച്ചോടെ. എന്തൊക്കെ ബന്ധുക്കാരും വീട്ടുകാരും അയൽപ്പക്കാരും എല്ലാവരും ഒരേ ചോദ്യങ്ങൾ ചോദിച്ച ആ ഒരു നിമിഷത്തില് എൻ്റെ പ്രൊഫഷൻ ആർസിഎം ആണെന്നും ആർസിഎമ്മിലൂടെയാണ് എനിക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള സാധ്യതയുള്ളതെന്നും ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ ആർസിഎം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കാരുടെയും മുന്നില് ഇന്ന് വിജയത്തിന്റെ ആ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ് ഇന്ന് സ്വാഗതം പറഞ്ഞത്. ഞാനിത് പറഞ്ഞത് എന്താണ്? നമ്മൾ ഓരോ മക്കളും നാളെ ആർസിഎമ്മിലൂടെ വിജയിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കുടുംബത്തിലെ മക്കളെ നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അവർക്ക് ഒരു ജോലി തേടി അലയേണ്ടി വരില്ല. കാരണം ആർസിഎമ്മില് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആർസിഎമ്മിൽ എല്ലാം ഉൾക്കൊണ്ട് നിൽക്കുന്നു. എന്തായാലും നല്ലൊരു സ്വാഗതം. എൻ്റെ പേര് സജീവ് കുമാർ, കുമ്പടി ഞമ്മക്കലാണ് വീട്. സ്റ്റാർ എമറാൾഡ് ആയിട്ട് ഇന്ന് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മാളവിക പറഞ്ഞു ഫാസ്റ്റ് സ്റ്റാർ എമറാൾഡ് ആണ്. എന്താണ് കാരണം ഫാസ്റ്റ് സ്റ്റാർ എമറാൾഡ് ആവാൻ കാരണം? പല ആളുകളും എന്നോട് ചോദിച്ചു, ഇതെന്താണ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് മുന്നോട്ട് വന്ന് അച്ചീവർ ആവാനുള്ള കാരണം എന്താണ്? കാരണം വേറൊന്നല്ല, ജീവിതത്തില് വിജയിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം, അത് ആർസിഎമ്മിലൂടെ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം. പിന്നെ വെറുതെ ഇരുന്നിട്ടില്ല. അന്ന് മുതല് ആർസിഎമ്മിലേക്ക് കടന്നു വന്ന തീരുമാനിച്ച അന്ന് മുതല് എടുത്ത തീരുമാനം ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്നെ പോലെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനേകം ആളുകൾ ടീമിൽ വന്നപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അവരും അച്ചീവറായി, ഞാനും അച്ചീവറായി. അങ്ങനെ അവരും ഞാനും കൂടി വീണ്ടും ആളുകൾ അച്ചീവറാക്കി കൊണ്ടിരിക്കുന്നു. ഇതല്ലേ ഏറ്റവും സുന്ദരമായ ഒരു സംവിധാനം? മറ്റുള്ള മേഖലയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നു, മറ്റുള്ള മേഖലയിൽ എൻ്റെ കുടുംബത്തിനെ വിജയിപ്പിക്കാൻ സാധിക്കുന്നു, മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ ഏത് മേഖലയിലാണ് സാധിക്കുന്നത്? എത്ര പേര് ആഗ്രഹിച്ചാൽ പോലും ആ മേഖലയിൽ അങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെയുള്ള ആർസിഎം എന്ന പ്രസ്ഥാനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇദ്ദേഹം വന്നിരിക്കുന്നത്. അല്ല, ആർസിഎമ്മില് പറഞ്ഞാൽ തീരാത്ത രീതിയിൽ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് അറിയാം, വീണ്ടും കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇന്ന് മൂർത്തി സാറിന്റെയും ഡോക്ടർ രാജൻ സാറിന്റെ ഒക്കെ നേതൃത്വത്തില്, ഗിരി സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് ചാലക്കുടിയിൽ ടെക്നിക്കൽ മീറ്റിംഗ് നടക്കാനിരിക്കുന്നു. ഇപ്പൊ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതായത് ടീമിന്റെ ഓരോ പ്രതിനിധികളായിട്ടാണ് ഓരോ ടെക്നിക്കൽ ലീഡേഴ്സും അവിടെ പങ്കെടുക്കുന്നത്. ഇന്ന് ടെക്നിക്കൽ മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് മുതിർന്ന ലീഡേഴ്സ് എല്ലാവരും തിരക്കിലായിരിക്കും. ഡോക്ടർ രാജൻ സാറിന് തന്നെ 8 മണിക്ക് തന്നെ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും ഇപ്പൊ ചാലക്കുടിയിൽ എത്താനായിട്ട്. കാരണം ബ്ലോക്കുകളാണ്. അപ്പോ
മുതിർന്ന ലീഡേഴ്സ് ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവര് ചിലപ്പോൾ ഒരു പക്ഷെ അവർക്ക് സമയം കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ഇത് സംസാരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു, മോഹൻദാസ് സാർ പറഞ്ഞു നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞു. വിജയസാനി മാഡം പറഞ്ഞപ്പോ ഞാൻ പറയുന്നു, ഇന്ന് ഇതിലിരിക്കുന്ന ഓരോരുത്തരും നാളെ നിങ്ങളുടെ ടീമിലും ഈ പ്ലാറ്റ്ഫോമിൽ പറയണം, ഞങ്ങൾക്ക് ടെക്നിക്കൽ മീറ്റിംഗ് ഉണ്ട്, ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്ക് പറയുന്ന രീതിയിലേക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാറണം. അങ്ങനെ മാറണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇനിയും ഇനിയും അതാത് ടീമിൽ നിന്ന് ആളുകളെ കൊണ്ടുവരണം. ഈ ഒരു പ്ലാറ്റ്ഫോം ഏതാണ്? സ്റ്റാർ ആൻഡ് അബോവ് ആണ് അല്ലെ? നമ്മുടെ ടീമില് എ സൈഡ് ആയിക്കോട്ടെ ബി സൈഡ് ആയിക്കോട്ടെ, നമ്മുടെ ടീമിലുള്ള നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആളുകളെ ഒരു സ്റ്റാർ അച്ചീവർ ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്ര പേരെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരികയും നിലനിർത്തുകയും അടുത്ത അച്ചീവ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആരാണോ അവര് ബിസിനസ് വളരും. ഞാൻ സ്റ്റാറിലുണ്ട്, അതുകൊണ്ട് ഞാൻ എന്നും എന്റെ ടീമിന് ഇവിടെ കിട്ടുന്ന അറിവുകൾ കൊടുത്തോണ്ടിരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരു പരിധി വിട്ടിട്ട് അപ്പത്തേക്ക് പോകാൻ പറ്റില്ല. എന്ന് ഞാനും എന്റെ ടീമും ഈ പ്ലാറ്റ്ഫോമിലുണ്ടോ? ആരൊക്കെ? ഞാനും എന്റെ ടീമും ഈ പ്ലാറ്റ്ഫോമിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ബിസിനസ്. അതുകൊണ്ട് സ്റ്റാർ അച്ചീവർ ആയാൽ പോരാ, സ്റ്റാർ അച്ചീവർ ആകുന്ന ആളുകള് ഈ വിജയത്തിന്റെ പാതയിൽ മുന്നേറാനുള്ള അറിവുകൾ കിട്ടുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ആരൊക്കെയുണ്ട് അല്ലെ? 25 പേരുണ്ട് സ്റ്റാർ അച്ചീവർ എന്റെ ടീമില്. പക്ഷെ പങ്കെടുക്കുന്നത് 2 പേര്. റിസൾട്ട് കൂടോ കുറയോ? മോഹൻദാസ് സാർ ചോദിക്കട്ടെ, ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത് ആരെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടോന്ന് അറിയണല്ലോ. മോഹൻദാസ് സാർ, 25 പേരുണ്ട് എന്റെ ടീമിലെ സ്റ്റാർ ആൻഡ് അബോവ് ലീഡേഴ്സ്. അതിൽ 2 പേര് കയറുന്നു. ബിസിനസ് കൂടാനാണോ പറയാനാണോ സാധ്യത? ബിസിനസ് സ്റ്റക്കാവും, കൂടില്ല കുറയുള്ളൂ. കൂടില്ല കുറയില്ല, സ്റ്റക്കാവുന്നാണ് പറഞ്ഞത് സാറ്. എന്നെ ഒരു പടി മുന്നിലാണ് ആള്. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമ്മുടെ ടീമങ്ങള് സ്റ്റാർ ആകുക എന്നുള്ളതല്ല, സ്റ്റാർ ആയ ആളുകളെ നിലനിർത്തുക, അവരിലൂടെ വീണ്ടും അവരുടെ ടീമിൽ സ്റ്റാറിനെ ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നാൽ ടീമിൽ പടിപടിയായിട്ട് വലിയ വലിയ അച്ചീവ്മെന്റുകൾ വരും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കുടുംബത്തിലെ, അതായത് ഡോക്ടർ രാജൻ സാറിന്റെ ഈ ടീമില് നമ്മള് സ്റ്റാർ അച്ചീവർ ഷേർലി മാഡത്തിന്റെ അമ്മ മരിച്ചു. അതിന്റെ ഒരു വാർത്ത ഇന്നിപ്പോ രാവിലെ ഡോക്ടർ രാജൻ സാറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പുകളിലെ മെസ്സേജ്, അനുശോചനം അറിയിക്കേണ്ട ആളുകൾക്കുള്ള ആ നമ്പർ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു അമ്മയുടെ നിത്യശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ എന്തായാലും നമ്മൾ ആലോചിച്ച് നോക്കാം, ഒരു ദിവസം എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മരണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം, അത് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനു മുന്നേ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ നമുക്ക് നേടാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് നേടിക്കൊടുക്കാൻ പറ്റാവുന്ന, നമ്മളെ കൊണ്ട് ഈ സമൂഹത്തിന് ചെയ്യാൻ പറ്റാവുന്ന, ഈ രാജ്യത്തിന് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം ചെയ്തു വെച്ചിട്ടാണ് അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മളെ പറ്റി ഒരു അഭിമാനത്തോടു കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ മൺമറഞ്ഞു പോയാലും നമ്മുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിലും നമ്മൾ ജീവിക്കും എന്നർത്ഥം. അപ്പോൾ RCM എന്ന പ്രസ്ഥാനം ഓരോ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും നന്മ ചെയ്യാൻ പറ്റാവുന്ന ഒരു സംവിധാനമാണ്. മറ്റുള്ള പല മേഖലയിലും ചിലപ്പോൾ നമുക്ക് നന്മ ചെയ്യണമെന്ന് വിചാരിച്ചാലും നന്മ ചെയ്യാൻ പറ്റാത്തൊരവസരത്തിൽ നിൽക്കുമ്പോൾ RCM എന്ന ഈ പ്രസ്ഥാനത്തിലൂടെ ഏതറ്റം വരെ ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, മറ്റുള്ള കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ, അതിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഈ ശ്വാസം ഉള്ളപ്പോഴാണ് നമുക്കത് നേടാനായിട്ട് പറ്റുള്ളൂ. ശ്വാസം ഉള്ളപ്പോഴാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് വിട്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒട്ടും സമയം കളയാനില്ല. നമ്മുടെ കയ്യിലിട്ടിരിക്കുന്ന ഈ സന്ദേശം, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ സമൂഹത്തിലുള്ള ഓരോ കുടുംബത്തിനും
ഈ നാടിനും ഗുണകരപ്രദമായി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും കച്ചകെട്ടി ഇറങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് വിഷയം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, എന്ത് വിഷയമാണെന്ന് പറയേണ്ടത്? മോഹൻദാസ് സാറാണ് നമ്മുടെ മെയിൻ ആള്. കാരണം ഏതൊരു സ്റ്റാർ ഇന്റർവ്യൂവിനും ഏതൊരു കാര്യം ഏത് സമയത്തും ചോദിച്ചാലും ലൈവായിട്ട് ആള് മുൻപന്തിയിലുണ്ട്. മോഹൻദാസ് സാറിനോട് ചോദിക്കാണ്, മോഹൻദാസ് സാറെ, ഇന്ന് ആളുകളുടെ ബിസിനസ് കൂടുന്നുണ്ട്, ചില ആൾക്ക് ഗ്രോത്ത് ഉണ്ട്, ചില ആൾക്ക് ഗ്രോത്ത് ഇല്ല. ചില ആളുകളുടെ ടീമില് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ചില ആളുകളുടെ ടീമിൽ പ്രവർത്തനം നടക്കുന്നില്ല. എന്നാൽ ഡോക്ടർ രാജൻ സാറും ഗിരീഷ് സാറും മൂർത്തി സാറും എല്ലാവരും ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായിരിക്കും അതിന്റെ കാരണം? ചില ആളുകളുടെ ബിസിനസ് കൂടുന്നു, ചില ആളുകളുടെ ബിസിനസ് കൂടുന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? അതിനനുസരിച്ച് ഇനി അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കും ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് നോക്കട്ടെ. എനിക്ക് അറിയാവുന്നത് ഞാൻ പറയാം സർ. ആയിക്കോട്ടെ. എന്റെ അറിവിൽ ഇപ്പൊ നമുക്ക് ടീമിന്റെ വലിപ്പക്കുറവല്ല, ഒരു ട്രെയിൻ എത്ര വലുപ്പമുണ്ടോ കമ്പാർട്ട്മെന്റ് ഉണ്ടോ എന്നുള്ളതല്ല സംഭവം, അത് വലിക്കുന്ന എഞ്ചിനുകൾ കുറവാണ്. അപ്പോ ബോഗിയുടെ എണ്ണം കൂടിയത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ വണ്ടി നീങ്ങാത്തത്. എണ്ണം കുറവായിരുന്നെങ്കിൽ ഇവരെ പരിപാലിക്കായിരുന്നു, കൃത്യമായി അവിടെ ക്ലീൻ ചെയ്യാനും എന്താണോ ആവശ്യം അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പോ എന്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എന്റെ ടീമിൽ 300 പേരുണ്ട്, 300-ലധികം ഉണ്ട്. ഞാൻ സ്റ്റാർ അച്ചീവർ ആയിട്ട് 2 വർഷമായി. ഒരു ലെവൽ കയറണമെന്നോ താഴെയുള്ളവരെ ലെവലിലേക്ക് എത്തിക്കണമെന്നോ നമ്മൾ ആഗ്രഹിച്ച് പ്രവർത്തനം തുടങ്ങിയാൽ നമ്മൾക്ക് പറ്റുന്നത്, നമ്മൾക്ക് ഒന്നും പറയാൻ പാടില്ലാത്തൊരു രീതിയിലാണ് ടീം അംഗങ്ങൾ. ഒന്നും നമ്മൾ വർക്ക് ചെയ്യാൻ പറയാൻ പാടില്ല. നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് അവരെ വിജയത്തിൽ എത്തിക്കണം. അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ ഒരു മീറ്റിങ്ങിൽ ചോദിച്ചു, സാർ ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നു, സ്വരാജ് സാർ ഇന്നുണ്ട് ടീമിൽ. ഓട്ടുപാറ സ്വരാജ് ഷോപ്പിൽ സാറിന്റെ ഒരു പ്രോഗ്രാം തന്നിരുന്നു. അപ്പോ സാറ് മനോഹരമായി ഞങ്ങൾക്ക് അറിവുകൾ തന്നതാ. അപ്പോ ഇവിടെ പറഞ്ഞൊരു കാര്യം, ലീഡേഴ്സ് താഴെ വരുന്നവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചു കൊടുക്കണം എന്നാണ്. അങ്ങനെ നമ്മൾ വളരണം. പക്ഷെ നമ്മൾ നിക്ഷേപിച്ചു കൊടുക്കാൻ തയ്യാറാണ്, ചെയ്തു കൊടുക്കുന്നു. അവരൊന്നും ചെയ്യില്ല, അവർ ലീഡേഴ്സ് മാത്രം ചെയ്തു കൊടുക്കണം. അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെ വിജയിക്കും? അതിനൊരു ചെറിയ ഓക്കെ. അതായത് സാറ് പറഞ്ഞു ആളുകൾ കുറയുന്നുണ്ട്, പക്ഷെ ആളുകൾ കൂടിയത് കൊണ്ടാണ് ട്രെയിൻ വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകാം. കുറച്ച് ആളുകളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുറച്ചാളുകളെ വെച്ച് നമുക്ക് ഡയമണ്ട് ആവാൻ പറ്റുമോ സാറേ? സാർ, ഞാൻ പറയുന്നത് പഠിക്കാൻ തയ്യാറാവുന്നില്ല. നമുക്കൊരു പ്രോഗ്രാം, ഞാൻ അതിലേക്ക് വരുന്നു. സാറിനെ പറയുന്നതിനെ കൗണ്ടർ അടിക്കുന്നതല്ല, ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം പല ആളുകളും പറയുന്ന ആളുകൾ കൂടിയത് കൊണ്ടാണ് എനിക്ക് ബിസിനസ് കൂടാ. അപ്പോ അതിലേക്കാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാറ് പറഞ്ഞതിനെ അതിനെ എതിർത്തോ അല്ലെങ്കിൽ അതിനെ തെറ്റായെന്ന് വിചാരിച്ചിട്ടോ പറയുന്നതല്ല. ഇതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ആളുകൾ വന്നപ്പോഴാണ്, ആള് കൂടിയ പാമ്പ് ചാവില്ല കേട്ടില്ലേ? അല്ലെ? അതല്ല സാർ ഉദ്ദേശിച്ച, ആള് കൂടല പക്ഷെ പാമ്പ് ചാവണില്ല. കാരണം ഒരാള് പോലും പാമ്പിനെ അടിക്കണില്ല എന്നർത്ഥം. ആളുകൾ അതടിക്ക്, വടിയെടുക്ക്, കൊടയെടുക്ക്, അതെടുക്ക്, അങ്ങോട്ട് മാറ്, ഇങ്ങോട്ട് മാറ്, ഇടത് വയ്ക്ക്, വലത് വയ്ക്ക് പറയുന്ന ആളുകളാണ് കൂടുതല്. പാമ്പിനെ അടിക്കുന്നവരാരുമില്ല. പക്ഷെ ഒറ്റയ്ക്കാണുള്ളോ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണുള്ളോ, ഞാൻ ആരും വിളിച്ചിട്ട് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ പാമ്പിനെ നമ്മൾ തന്നെ തല്ലുവല്ലോ. DRCയും ഗുഡ് ആർസിയും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു കമന്റ് ആണ് സാറ് പറഞ്ഞത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കൂടെ കൂടുതൽ ആളുകൾ വരുമ്പോൾ ആണ് അതിൽ നിന്ന് കുറച്ച് ആളുകള് ആർസ്യം ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ കുറച്ചാളുകളിൽ നിന്ന് വീണ്ടും കുറച്ചാളുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാ. മൂർത്തി സാറ് പറയുന്ന ഒരു കാര്യം, ഒരു വർഷത്തെ പ്രയത്നം കൊണ്ട് നമ്മുടെ ടീമിൽ 100 പേര് വന്ന് പ്രവർത്തനം ആരംഭിച്ചാൽ, അടുത്തൊരു വർഷം ആകുമ്പോഴേക്കും 100 പേര് പ്രവർത്തനം ആരംഭിച്ചാൽ അടുത്തൊരു വർഷം ആകുമ്പോഴേക്കും 2 ലീഡേഴ്സ് ആണ് ഉദയം കൊള്ളാൻ സാധ്യതയുള്ളത്. 100 പേര് നമ്മുടെ ടീമിൽ വരുമ്പോൾ അതില്
സിസ്റ്റം പറയുന്ന കറ തീർന്ന് എന്തെങ്കിലും ചെയ്യാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ ചെയ്യാൻ മനസ്സുള്ള അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകള് 2 പേരാണ് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന ലീഡർമാരാവാൻ സാധ്യതയുള്ളൂ. 100 പേരിൽ നിന്ന് 2 പേര് അതും സാധ്യതയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10 പേരെ നോക്കി വെച്ചുകൊണ്ടിരുന്നാൽ അതിൽ നിന്ന് ആരെങ്കിലും ഒരാളെ കിട്ടാൻ സാധ്യതയില്ല സാറേ, സാധ്യതയില്ല. അപ്പോൾ കൂടുതൽ ആളുകളിൽ നിന്നാണ് കുറച്ച് ആളുകൾ അല്ലെ. നമ്മൾ ഒരു ഓറഞ്ച് മേടിക്കാൻ പോയാൽ 1 കിലോ ഓറഞ്ചാണ് നമുക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ ആ 1 കിലോ കുറച്ച് കൊട്ടയില് ഒരു 1.5 കിലോ വെച്ചുകൊണ്ടിരിക്കുന്ന ഓറഞ്ചിന്റെ കയ്യിൽ നിന്നാണോ നമ്മൾ അത് മേടിക്കാൻ നമ്മൾ തെരഞ്ഞെടുക്കാൻ പറ്റുക? നല്ല ഓറഞ്ചൊക്കെ നോക്കി ഇങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റുക 1.5 കിലോ ഓറഞ്ചിൽ നിന്നാണോ അല്ലെങ്കിൽ ഒരു 25 കിലോ ഓറഞ്ച് ഇരിക്കുന്നതിൽ നിന്നാണോ? 25 കിലോ ഓറഞ്ചിൽ നിന്നാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ ആളുകളിൽ നിന്നാണ്. അപ്പൊ കൂടുതൽ ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ കൂടുതൽ ആളുകൾ വന്നത് കൊണ്ടല്ല നമ്മുടെ ബിസിനസ് കൂടാത്തത്, ആ കൂടുതൽ ആളുകളെ വഹിച്ചു കൊണ്ടുപോകാനുള്ള എഞ്ചിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനാണ് നമുക്ക് പറ്റുള്ളൂ. ക്ലിയർ ആയോ? കപ്പാസിറ്റി നമ്മൾ വർദ്ധിക്കണം. അതായത് ആ ടീമിനെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 5 ആളുള്ളപ്പോൾ 5 ആളെ ഡീൽ ചെയ്യുന്ന രീതി പഠിച്ചാൽ മതി. 10 ആളപ്പോ 10 ആളെ ഡീൽ ചെയ്യുന്ന രീതി പഠിച്ചാൽ മതി. 100 പേര് ഇപ്പോൾ 100 കുടുംബത്തിൽ നിന്ന് 100 സ്വഭാവം 100 രീതിയിലുള്ള ആളുകള്, ചില രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകള്, ചില മതത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്തം വഹിക്കുന്ന ആളുകള്, ഏതെങ്കിലും അമ്പല കമ്മിറ്റിയിലുള്ള ആളുകള്, അതുപോലെ തന്നെ കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് എന്ന് വേണ്ട പല ജോലിയിലിരിക്കുന്ന ആളുകള്, കൂലിപ്പണി ചെയ്യുന്ന എന്ന് വേണ്ട സകല ആളുകളാണ് ടീമിലേക്ക് വരുന്നത്. പല സ്വഭാവം അല്ലെ. ഒന്ന് പറഞ്ഞ 2ാം വാക്കിന് എടുത്തടിച്ച പോലെ സംസാരിക്കുന്ന ആളുകൾ, ചിലവര് സൗമ്യമായുള്ള ആളുകൾ, ചിലവര് നാവ് വായിലുണ്ടോന്ന് നോക്കണം, ഇത് ഒന്നും മിണ്ടില്ല. ചിലവര് വായ തുറന്നാ പിന്നെ എന്തെങ്കിലും ആപ്പ് വെച്ച് അടയ്ക്കണം. ക്ലിയറായോ? അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ടീമില്, ഒരു കോള് വന്നു, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ടീമില് വരുമ്പോൾ ആ ആളുകളെ ഡീല് ചെയ്ത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി നമ്മളില് കൂട്ടണം. ഒന്നാമത്തെ കാര്യം. അപ്പോൾ വഹിച്ചു കൊണ്ടുപോകുന്ന എഞ്ചിന്റെ പവർ കൂട്ടണം എന്നർത്ഥം. നമ്മളൊരു ബിഗിനർ ആയിരിക്കുമ്പോൾ എന്താണോ ആ പവർ പോരാ, നമ്മളൊരു ടീം ഡെവലപ്പ് ചെയ്ത് ഒരു സ്റ്റാർ ആകുമ്പോൾ ആ പവർ പോരാ, ഒരു സ്റ്റാർ പ്ലാറ്റിനം ആകുമ്പോൾ ആ പവർ പോരാ, ഒരു ടെക്നിക്കൽ ആകുമ്പോൾ ആ പവർ പോരാ. അപ്പോൾ അങ്ങനെ ഒരു ആവുന്നതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി എന്ത് കൂടും? നമ്മുടെ പവർ കൂടും. ഇനി കൂടുതൽ ഒരു പരിധി വിട്ടിട്ട് ആളുകൾ വരുമ്പോൾ ഈ എഞ്ചിന് മൊത്തം തന്നെ വലിക്കാൻ പറ്റുമോ? വലിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ ടീമിൽ തന്നെ അങ്ങനെ പവറോട് കൂടി വലിക്കാൻ പറ്റുന്ന എഞ്ചിനുകളെ നമ്മൾ സൃഷ്ടിക്കണം. JRC ഗുഡ് RCM. അപ്പോ നമ്മളൊരു എഞ്ചിൻ, അതിന്റെ കൂടെ നമ്മളെന്താണ് ഡ്യൂപ്ലിക്കേഷൻ വരണം എന്നർത്ഥം. നമ്മുടെ എഞ്ചിൻ പവർ ഇല്ലെങ്കിൽ, പവർ ഇല്ലാത്ത ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ് നമ്മുടെ ടീമിൽ വരുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. എത്ര എഞ്ചിൻ വന്നിട്ട് കാര്യമില്ല, മൊത്തം എഞ്ചിനാ. ബോഗിയൊന്നുമില്ല. എന്താ കാരണം എന്നറിയോ? ബോഗിയൊന്നുമില്ല, മൊത്തം എഞ്ചിനാ. അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആളുകൾക്ക് കയറാൻ പറ്റുമോ? എല്ലാ എഞ്ചിനുള്ള സ്ഥലത്തെ ആളുകൾ കയറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എല്ലാം എഞ്ചിനായാൽ ശരിയാവില്ല. എല്ലാം എഞ്ചിനാക്കാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തുണ്ട്? അതാത് ടീമിനെ വഹിച്ച് ആ എഞ്ചിന് പോവാനായിട്ട് പറ്റും. നമ്മൾ എന്താണ്, ഒരു നേതൃത്വം കൊടുത്താൽ മതി. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആളുകൾ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ സിസ്റ്റമാറ്റിക് ആയ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൽ പല കാറ്റഗറി ആളുകൾ വരും. വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ആളുകൾ വരും, സെയിൽ ചെയ്യുന്ന ആളുകൾ വരും, ഹോം ഷോപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ വരും, ഡിസ്പ്ലേ വാൾ ചെയ്തിട്ടുള്ള ആളുകൾ വരും, ഡയമണ്ട് ക്ലബ് ചെയ്യുന്ന ആളുകൾ വരും. പക്ഷെ അവിടെയൊക്കെ എന്താണ്, ഷോപ്പിട്ടുള്ള ആളുകൾ വരും. ടീം ബിൽഡിങ് ചെയ്യുന്ന ആളുകൾ എത്ര പേരാണ്? ടീം ബിൽഡിങ് ചെയ്യുന്ന ആൾക്കാണ് എന്താണ്, ഒരു ലീഡർ ആവാനായിട്ട് പറ്റുള്ളൂ. സെയിൽ ചെയ്യുന്ന ഒരാൾക്ക് ലീഡർ ആവണമെന്ന് നിർബന്ധമില്ല. വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരാൾ ലീഡർ ആവണമെന്ന് നിർബന്ധമില്ല. ഒരു ഹോം ഷോപ്പ് ചെയ്തിട്ടുള്ള ഒരാള് ലീഡർ ആവണമെന്ന് നിർബന്ധമില്ല. അയാൾ ഹോം ഷോപ്പ് ചെയ്ത് സെയിൽ നടക്കും. പക്ഷെ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരാള് ലീഡർഷിപ്പ് വേണം, ലീഡർഷിപ്പ് വളർത്തണം. എന്നാൽ മാത്രമാണ് ആ ഒരു ടീമിനെ നയിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങനെ വളർത്തണമെങ്കിൽ എന്ത് വേണം?
നമ്മൾ പ്രോഗ്രാമുകള് ട്രെയിനിങ്ങുകള് നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. നമ്മളിലുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. അതിനുള്ള പ്ലാറ്റ്ഫോമാണ് ഇവിടെ രാജൻ സാർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ പലരും വരുന്നില്ല അല്ലെ? രാജൻ സാർ പറയാറുണ്ട് 400-400 ചില്ലാനും പേര് പങ്കെടുക്കേണ്ടതിൽ 100 ചില്ലാനും പേരാണ് പങ്കെടുക്കാറുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതേ രീതിയിൽ നമ്മുടെ ടീമില് ആളുകള് വരാത്തത് കൊണ്ടല്ല ടീം വളരാത്തത്. വന്ന ആളുകളെ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ ഡീല് ചെയ്യണം, എങ്ങനെ അവരെ വളരാനുള്ള അവസരം നമ്മൾ ഒരുക്കണം, എങ്ങനെ ആ അവസരം താല്പര്യമുള്ള ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യണം. താല്പര്യമുള്ള ഇല്ലാത്ത ഒരാളെ പിന്നാലെ നടക്കുന്ന സമയമല്ല താല്പര്യമുള്ള ആൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഡീലിംഗ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആളുകളെ ഡീല് ചെയ്യാനായിട്ട് ഏതൊക്കെ കാറ്റഗറി ഡീൽ ചെയ്യാൻ, അതിനൊക്കെ കൃത്യമായിട്ടുള്ള 6 ബേസിക് 8 കോൺസെപ്റ്റ് 7 കാർഡിനൽസ് അത് നമ്മൾ പാലിക്കുകയും നമ്മുടെ ടീമിനെ കൊണ്ട് പാലിക്കുന്ന ആളുകളെ നമ്മൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴാണ് ബിസിനസ് കൂടുന്നത്. ഇപ്പോ എന്റെ ടീമില് അനേകം ആളുകളുണ്ട്. ഈ ആളുകൾ എല്ലാവരും ഡീൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇപ്പൊ മാളവിക ഒരു ടീമുണ്ട്. എന്റെ ടീമിലെ ഒരു ടീം അംഗമാണ് മാളവിക ലീഡർഷിപ്പ് കൊണ്ടുവരാനാണ് ഞാൻ നോക്കേണ്ടത്. മാളവികയുടെ കൂടെ വരുന്ന ആളുകൾക്ക് ഹെൽപ്പ് ഞാൻ കൊടുക്കും. പക്ഷെ ഞാൻ കൂടുതൽ ആ ലീഡർഷിപ്പ് കാറ്റഗറിയിൽ കൊണ്ടുവരുന്ന ഒരാളെ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ ഞാൻ അവരെ പഠിപ്പിക്കുന്നതിലും നല്ലത് ഞാൻ ഒരു ലീഡറെ ക്രിയേറ്റ് ചെയ്താൽ ആ ലീഡർ അവരിലൂടെ വരുന്ന ആളുകളെയും പഠിപ്പിക്കും. പിന്നെ വല്ലപ്പോഴും ഒരു ക്ലാസ് നമ്മൾ പുറത്താവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡീലിങ് നമ്മൾ ചെയ്യുമ്പോൾ എന്തുണ്ട്, വളരെ സുന്ദരമാണ് RCM. പല ആളുകൾക്കും ടീം കൂടുമ്പോൾ തലവേദന കൂടാണ്. സത്യത്തിൽ ടീം കൂടുമ്പോൾ തലവേദന കുറയാണ് ചെയ്യേണ്ടത്. RCM ഗുഡ് RCM. ടീം കൂടുമ്പോൾ തലവേദന കൂടല്ല ചെയ്യേണ്ടത്, ടീം കൂടുമ്പോൾ തലവേദന കുറയാണ് ചെയ്യേണ്ടത്. അത് അങ്ങനെ കുറയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഏറ്റെടുത്ത് ചെയ്ത പ്രവർത്തനം നമ്മൾ ടീമിനെ പഠിപ്പിക്കണം, അവരെ വളർത്തണം, അവരെ കെയർ ചെയ്യണം, അവരെ കൈപ്പിടിച്ചുയർത്തണം. അപ്പോൾ എന്തുണ്ട്, അവര് വളരും, അവര് കൂടെ ചെയ്യും. സെയിൽ ചെയ്യുന്ന ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന ഒരാളെ കൂടെ ആരാണ് വരാൻ സാധ്യത? ബാബു സാറേ, ഇനി മോഹൻദാസാനോട് മാത്രം ചോദിച്ചാൽ ആള് തോന്നും ഇത് എന്നെ ടാർഗറ്റ് ആള്. എനിക്ക് സന്തോഷമാണ്. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ഐഡിയകൾ പുറത്തു വരും, എനിക്ക് പഠിക്കാനും പറ്റും. എന്നെ ഫോക്കസ് ചെയ്താൽ എന്നെ അങ്ങനെ ഗുണമുണ്ട്. അപ്പൊ സെയിൽ ഇത് വാങ്ങുന്ന ആളുകൾ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. കൂടി ഒരു അവസരം കൊടുക്കട്ടെ മോഹൻദാസാറെ. ഓക്കെ ശരി സാർ. അപ്പോ ബാബു സാറ് പറയൂ, എന്താണ് നമ്മള് സെയില് ഒരു വീട്ടിലേക്ക് ഉപയോഗം കൃത്യമായിട്ട് ചെയ്യുന്നു, അയാൾക്ക് ഉൽപ്പന്നങ്ങൾ നല്ലതാന്ന് മനസ്സിലായിട്ടുണ്ട്. അയാളെ കൂടെ അയാള് മറ്റൊരാളോട് പറയാൻ ഉദ്ദേശിക്കുമ്പോൾ അയാള് എന്താണ് പറയാ? ആൾ എന്താണ് പറയാൻ സാധ്യത? വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് നല്ല ഉൽപ്പന്നങ്ങളാണ്, എന്റെ വീട്ടിൽ ഉപയോഗിച്ച് ഇങ്ങനെ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്, നല്ല ഉൽപ്പന്നങ്ങളാണ്, സൂപ്പറാണ്, നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ചോ, അത്രേ പറ്റുള്ളൂ. ഈ ഒരു വ്യക്തി സെയിലിന്റെ ബെനിഫിറ്റ് അറിയാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ അതിന്റെ ഗുണം അറിയാത്തൊരു വ്യക്തി ആളോട് സെയിൽ ചെയ്യേണ്ട കാര്യം പറയാൻ സാധ്യതയില്ല. കാരണം എന്താണ് സാധ്യത? ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുള്ളൂ. ഇനി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു, സെയിലും ചെയ്യുന്നു. ആ ഒരു വ്യക്തിയുടെ കൂടെ എന്തൊക്കെ ചെയ്യും? അവരെ കൂടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ വരും, സെയിൽ ചെയ്യുന്നവരും വരും. ഒരിക്കലും ഷോപ്പിന്റെ സാധ്യതകൾ മനസ്സിലാവാത്ത ഒരാള് ഷോപ്പിനെ കുറിച്ചോ ഹോം ഷോപ്പിനെ കുറിച്ചോ ഇത് ചെയ്യാത്ത ഒരാള് അതിനെ കുറിച്ചോ പറയില്ല. അപ്പോൾ അടുത്തത് ഷോപ്പിനെ കുറിച്ച് സാധ്യതയുള്ള ഒരാളോ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷോപ്പ് ഇട്ടാൽ നല്ലൊരു സാധ്യതയുണ്ട്, അവിടെ ഒരു അവസരമുണ്ട് എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതും പറയും. പക്ഷെ ടീം ബിസിനസ് ചെയ്യുന്ന ഒരാള് എന്തൊക്കെ ചെയ്യേണ്ടി വരും? അലി അക്ബർ സാറ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ന്യൂ സ്റ്റാർ അച്ചീവർ ആണ്. അദ്ദേഹത്തിനോട് നമുക്കൊന്ന് ചോദിക്കാം. കാരണം ഒരു ടീം ബിൽഡിംഗ് ചെയ്യുന്ന ഒരാൾ എന്തൊക്കെ ചെയ്യണം സാറേ? RCM ഗുഡ് RCM സാർ. ടീം ബിൽഡിങ് ചെയ്യേണ്ട ആള് നമ്മൾ ആദ്യം ഒരു വിശ്വാസത്തില്, നമുക്കൊരു വിശ്വാസം വേണം. ടീമില് ഉള്ളവരെ കൈപിടിച്ചിട്ട് കൊണ്ടുവരിക, അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അവരോട് പറഞ്ഞു കൊടുക്കുക. എന്ന കാര്യങ്ങളാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഓക്കെ, സാറ് പറഞ്ഞു RCMല് ഒരു വിശ്വാസമാണ് അല്ലെ?
ആർസിഎമ്മില് ആദ്യത്തെ വിശ്വാസം ആരിലാണ് ഉണ്ടാവുക? നമ്മളെ ജോയിൻ ചെയ്യിക്കുന്ന നമ്മളോട് ആർസിഎം പറയുന്ന ആളോടാണ് ആദ്യം വിശ്വാസം ഉണ്ടാവുക. ഇതുവരെ കാണാത്ത ടിസിജിയോട് ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല, ഇതുവരെ കാണാത്ത കമ്പനിയോട് വിശ്വാസം ഉണ്ടാവില്ല. ആ ഒരു വിശ്വാസത്തോടു കൂടി ആരാണോ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ആ ഒരു വ്യക്തിയിലാണ് വിശ്വാസം അർപ്പിക്കുക. അപ്പോൾ അതിനുശേഷമാണ് എന്ത് വരിക? ആർസിഎമ്മില് ടീം വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാള് ഉൽപ്പന്നങ്ങൾ, ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി പറയുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. അല്ലെ? ആദ്യത്തെ ഉപയോഗമല്ലേ? അല്ലെ? ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ ആർസിഎമ്മിലോട്ട് ടീം വർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമോ സാറേ? സാധിക്കില്ല. അതുകൊണ്ടാണ് 6 ബേസിക്കിന്റെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അല്ലെ? അപ്പോൾ ആദ്യത്തെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുക, സെൽഫ് യൂസ് ചെയ്യണം, അത് നിർബന്ധ. അപ്പൊ ടീം വർക്ക് സെൽഫ് യൂസ് ചെയ്യുന്നവന് സെൽഫ് യൂസ് മാത്രം ചെയ്താൽ മതി, ബാക്കിയുള്ള ചെയ്യണമെന്ന് നിർബന്ധമില്ല. സെയിൽ ചെയ്യുന്നവന് സെൽഫ് യൂസ് സെയിൽ ചെയ്താൽ മതി, ബാക്കിയുള്ള ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ടീം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സെൽഫ് യൂസ് ചെയ്യണം. എന്നിട്ട് എന്താ പറയാ? 6 ബേസിക്കിൽ എന്താ പറയാ? നമ്മൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തണം, ഷെയർ ചെയ്യണം. അപ്പൊ എന്താണ് സെയില്? ഷെയർ ചെയ്യുമ്പോൾ എന്താണ്? വെറുതെ കൊടുക്കാൻ പറ്റുമോ? എനിക്കൊരു അട്ടപ്പൊടി തായോ ചേച്ചി എന്ന് പറയുമ്പോൾ വെറുതെ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അത് പൈസ കൊടുക്കുന്നു നമ്മള്, അല്ലെങ്കിൽ നമുക്ക് അത് കൊടുത്ത് നമ്മൾ മേടിക്കുന്നു. അപ്പൊ സെയിൽ ചെയ്തു, അപ്പൊ ഒരു വിൽപ്പന നടന്നു. അപ്പൊ അതിലൂടെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ സെയിൽ ചെയ്താലുള്ള ബെനിഫിറ്റ്. അടുത്താണ് നമുക്ക് ഷോപ്പ് വേണം, അല്ലെ? രാജസ്ഥാനിലേക്ക് പോകാൻ പറ്റുമോ സാധനങ്ങൾ മേടിക്കാനായിട്ട്? എനിക്ക് 4 തവണ വേണം രാജസ്ഥാനിലേക്ക്, വണ്ടി കയറി പോകാൻ പറ്റില്ല. അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഷോപ്പായിട്ട്. അപ്പൊ ഷോപ്പുകൾ വേണം. ഇനി രജിസ്റ്റേർഡ് ഷോപ്പ് എല്ലാവർക്കും ഇടാൻ പറ്റുമോ? ഇല്ല. അതിനാണ് കമ്പനി വീണ്ടും അടുത്ത സ്റ്റെപ്പ് നമുക്ക് തന്നിരിക്കുന്നത്, ഹോം ഷോപ്പ് ആയിട്ട് ചെയ്യാം. ഇനി ഹോം ഷോപ്പിൽ ബില്ലടിക്കാൻ പറ്റുമോ? കടയിലേക്ക് പോണ്ടേ? അപ്പോഴാണ് കമ്പനി വീണ്ടും ഒരു അവസരം നമുക്ക് തന്നിരിക്കുന്നത്, കടയിലേക്ക് പോവാതെ തന്നെ നിങ്ങളുടെ ടീമങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ചെയ്തു തരാം. അങ്ങനെയാണ് ഡിസ്പ്ലേ വാള്. അങ്ങനെ അത് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഷോപ്പ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, വീട്ടിലേക്ക് ഉപയോഗിക്കുന്നു. ഇത് മൂന്നും ചെയ്യുന്ന ആളുകൾക്കാണ്, അല്ലെ? രജിസ്റ്റേർഡ് ഷോപ്പ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതിന് സിസ്റ്റത്തിൽ ബേസിക്കായി ഈ 3 കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാണ് ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കുറെ ആളുകളെ കൊണ്ടുവരാൻ ചിലപ്പോൾ നമുക്ക് പറ്റും, പക്ഷെ ടീമിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നവർ കാണണം, നമുക്ക് ഉപയോഗിച്ചുള്ള അനുഭവം അവർക്ക് അറിയണം. നമുക്ക് ഉപയോഗിച്ച ആളും ഉപയോഗിക്കാത്ത ആള് പറയുന്നതും രണ്ടും വ്യത്യസ്തമാണ്, അല്ല? ഉപയോഗിച്ച ആള് പറയുന്നതും ഉപയോഗിക്കാത്ത ആള് പറയുന്നതും രണ്ടും വ്യത്യസ്തമാണ്. ഇനി സെയിൽ ചെയ്യുന്ന കുറച്ചാളുകളെ പരിചയപ്പെടുത്തുമ്പോഴാണ് ആൾക്കറിയില്ല, ടി വിയിൽ പരസ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പരസ്യം കൊടുക്കണം, അതിന്റെ ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇടനിലക്കാർക്കും പരസ്യക്കാരും ചെയ്യുന്ന പണി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് ഷെയർ ചെയ്യുമ്പോൾ അത് ആളുകൾ ഇതിന് ഉപയോഗിക്കാനും അറിയാനും അവസരം ഒരുങ്ങും. ആളുകൾ ഇത് ഉപയോഗിക്കും, ഉപയോഗിച്ച ആളുകൾ പറയും നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഉൽപ്പന്നങ്ങളുണ്ട്. ഇത് മാത്രമല്ല, അത് കുറച്ചും കൂടി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പറയും, ഇപ്പൊ ഞാൻ തന്നിരിക്കുന്നത് MRP റേറ്റിനാണ്, ഇനിയും വില കുറച്ച് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടുന്ന അതേ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ താല്പര്യമുള്ള ആളുകൾ അവിടെ ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലതാണെന്നുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് അതൊരു സെയിലായിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മയ്ക്ക് പോലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊപ്പം നിങ്ങൾക്കൊരു സെയിൽ ചെയ്താൽ ഒരു വരുമാന മാർഗമായിട്ട് ഒരു എക്സ്ട്രാ വരുമാനം കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾക്ക് എന്താണ് ജാതം? 10 രൂപയ്ക്ക് ചന്ദനത്തിരി മാർക്കറ്റിൽ മേടിക്കുന്നതിന് പകരം നിങ്ങളുടെ അയലക്കാരനോട് 7 രൂപയ്ക്ക് ചന്ദനത്തിരി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയലക്കാരന് 3 രൂപ ലാഭം ഉണ്ടാക്കി കൊടുത്തില്ലേ നിങ്ങള്? അത് ശരിയാണല്ലോ, ശരിയാണല്ലോ. നല്ലൊരു ചന്ദനത്തിരി ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അത് കൊടുത്തിട്ട് 7 രൂപയ്ക്ക് കൊടുക്കൂ. അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 രൂപ കിട്ടും. നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? 3 രൂപ ലാഭം നിങ്ങളുടെ അയൽക്കാരന് ഉണ്ടാക്കി കൊടുത്ത് 2 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന ഒരു പരിപാടി ചെയ്താൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അയൽക്കാരന് വല്ല കുഴപ്പമുണ്ടോ? ഒരാൾക്കും കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല, ഇത് ഞാൻ ചെയ്യാം. സോപ്പ്, പേസ്റ്റ്, ചന്ദനം, എന്ത് വേണ്ട അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ആളെന്ത് പറയും? അങ്ങനെയാണെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും, അല്ലെ? പടിപടിയായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ആൾക്ക് അങ്ങനെ കുറച്ചാളുകളൊക്കെ ആളെ വീട്ടിൽ വന്നൊക്കെ ചോദിച്ചു തുടങ്ങി. 2 തവണ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ 3 ആള് തവണ മേടിക്കാൻ വന്നു. എങ്ങനെ കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റില്ല. അപ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇപ്പൊ നിങ്ങൾക്ക് സെയിൽ കൂടി, ഇപ്പൊ ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഹോം ഷോപ്പായിട്ട് ചെയ്യും, ഒരു കടമാരി നിങ്ങൾ ചെയ്യും. അപ്പൊ നിങ്ങളുടെ അയൽക്കാരും വീട്ടുകാരൊക്കെ വേറെ വെളിച്ചെണ്ണയും മറ്റുള്ള കാര്യങ്ങൾ മേടിക്കില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വന്ന് അവര് മേടിച്ചു തുടങ്ങും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഹോം ഷോപ്പ് ചെയ്യുമ്പോൾ ഒരു പെട്ടി തവണയൊക്കെ വെച്ചിരിക്കുമ്പോൾ അവിടെ 3-4 വിറ്റ് കഴിയുമ്പോഴേക്കും അടുത്തത് ബില്ല് ചെയ്യാം, അല്ല? ഒരു കട എങ്ങനെ കൊണ്ടു നടക്കുന്നു അതേപോലെ
തൊട്ടയലക്കാർ കൊടുക്കാൻ പറ്റും. അവർ വീണ്ടും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥിരം ഉപയോഗിക്കുന്ന ആളുകളായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവർ ജോയിനിങ് വരും. അങ്ങനെ ജോയിനിങ് വരുന്ന ആളുകൾക്ക് നിങ്ങൾ ബില്ലടിച്ചു കൊടുക്കാൻ പറ്റും. 3-4 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകേണ്ടി വരില്ല. അങ്ങനെ ബില്ലടിച്ചവർക്ക് നിങ്ങൾ PV കൂടും. അങ്ങനെ വരുമ്പോൾ ചില ആൾ ഉപയോഗിക്കും, ചേച്ചി ഇത് ചേച്ചി ചെയ്യുന്ന മാതിരി എനിക്ക് ചെയ്യാൻ പറ്റും, ചേട്ടൻ ചെയ്യുന്ന മാതിരി ചെയ്യാൻ പറ്റും. പിന്നെന്താ ചെയ്യാൻ പറ്റും? ചാലക്കുടി ഒരു മീറ്റിംഗ് ഉണ്ട്, അതൊന്ന് കേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഹോം മീറ്റിംഗ് ഉണ്ട്, നീ വായോ ഇതൊന്ന് കേക്ക്, എന്റെ ലീഡർ വരുന്നുണ്ട്. അപ്പൊ ലീഡർ വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒന്നും കൂടി മനസ്സിലായി, ഇങ്ങനെയൊക്കെ ഉണ്ടാ, ഇങ്ങനെയൊക്കെ വരുമാനം കിട്ടുന്ന മാർഗം ഉണ്ടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം. അങ്ങനെ പടിപടിയായിട്ടാണ്. അപ്പൊ ടീം ബിൽഡിംഗ് ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ, ടീം ബിൽഡിംഗ് ചെയ്യുന്ന ഒരാള് വീട്ടിലേക്ക് ഉപയോഗിക്കണം, സെയിൽ ചെയ്യണം, ഹോം ഷോപ്പ് ചെയ്യണം, ഇനി രജിസ്റ്റർ ഷോപ്പ് ആണെങ്കിൽ അങ്ങനെ അതും ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ വരുമ്പോഴാണ് ഒരു ടീം വർക്ക് കൂടാ. അപ്പോൾ അങ്ങനെയുള്ള ആളുകള് നമ്മുടെ ടീമില് എല്ലാവരും ടീം വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് വരില്ല, എല്ലാവരും ലീഡർമാരായിട്ട് ഉദയം കൊള്ളൂല. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്യണം, അല്ലെ? സെർച്ച് ചെയ്യണം. ഒരു 100 വാഴക്കന്ന് മേടിച്ച് പറമ്പിൽ വെച്ച് കഴിയുമ്പോ എല്ലാ വാഴക്കന്നും അടിപൊളി കൊല തരുമോ നമുക്ക്? ചിലത് കൂമ്പടച്ചു പോവും, ചിലത് ഇങ്ങനെ കുരുടിച്ചിക്കും, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, അല്ലെ? പക്ഷെ നമ്മൾ ചില വാഴക്കന്നൊക്കെ അതിന്റെ വിരവ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിന് എത്ര പരിചരണം കൊടുക്കണം, അല്ല അതിനാണ് കൂടുതൽ പരിചരണക്കുക. വാഴക്കന്ന് വെച്ചു 5 മാസമായിട്ടും കുരുടിച്ചിട്ട് നിലത്തുനിന്ന് പോകുന്നുണ്ടെങ്കിലോ അതിന് കൂടുതൽ പണിക്കാരനെ നിർത്തി പണി ചെയ്ത് എന്തെങ്കിലും ചെയ്യോ? കൂമ്പടച്ചു നിൽക്കുന്ന വാഴയ്ക്കാണോ വളരുക? ഇല്ല. പല ആളിലും ചെന്നിട്ട് കൂമ്പടച്ചു നിൽക്കുന്നതാണ് വളരുക. ഒന്ന് വെട്ടി നിർത്തണം, ഒന്ന് വെട്ടി നിർത്തി നോക്കണം. നിർത്തിയിട്ട് ഇനി അടുത്ത കൂമ്പ് ശരിയാണോ എന്ന് നോക്കണം. അടുത്ത കൂമ്പടച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലെ? പിന്നെ വെറുതെ ഒന്ന് നോക്ക, ഇടയ്ക്ക് അവിടെ നിന്നോട്ടെ കൂട്ടത്തിൽ കൂടെ, അല്ലെ? ചിലപ്പോ അതിന്റെ ഫലം കിട്ടും. ഇനി ഒന്നും പറ്റില്ലെങ്കിലും ഈ ഊണ് കഴിക്കുമ്പോഴേ ഇല, വാഴയിലയിൽ ഊണ് എന്ന് പറയുന്ന, അല്ലെ, വാഴയിൽ ഊണ് അവിടെ നമ്മൾ വണ്ടി നിർത്തുള്ളൂ. പേപ്പറിൽ ഊണ് എന്നുള്ളടത്തല്ല വണ്ടി നിർത്ത, വാഴയിലയില് ഊണ്. ഒന്നും പറ്റില്ലെങ്കിൽ ആ വാഴക്കന്നിന്ന് 2 ഇല മുറിച്ച് ഊണെങ്കിലും കഴിക്കാൻ പറ്റും. അങ്ങനത്തെ എന്തെങ്കിലും നേട്ടം കിട്ടും എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടീമില് ടീമംഗങ്ങൾ എല്ലാവരും എന്താണ് ആർസിൻ ചെയ്യുന്ന ആളുകളായിട്ട് വരില്ല. പക്ഷെ വന്നിട്ടുള്ള ടീമംഗങ്ങൾക്ക് നമ്മൾ കൃത്യമായ കെയറിങ്, കൃത്യമായ അറിവ് കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അതിൽ ഏതാണ് ചെയ്യുന്ന ആള്, ഏതാണ് ചെയ്യാത്ത ആള് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ ചെയ്യുന്ന ആൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് അവരെ കെയർ ചെയ്ത് അവരിലൂടെ വീണ്ടും വളർച്ച കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ എന്താണോ പവറായിട്ട് നിൽക്കുന്ന ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നത്, അതേപോലെയുള്ള എഞ്ചിനുകളെ സൃഷ്ടിക്കാം. എന്തിനും സിനിമ കണ്ടുണ്ടാ? കാണാത്തൊരു ഇന്ന് കാണണം, അല്ല? സാധാരണ സിനിമ ഒന്നും കാണരുത്, സമയം കളയരുത് എന്നാണ് പറയാ. ഞാൻ പറഞ്ഞു എന്തിനും സിനിമ ഇന്ന് വേണമെങ്കിൽ ഇരുന്ന് കണ്ടോ. കാരണം രജനികാന്ത് എന്താണ് അവിടെ ഒരു യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കും, പിന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേഷനാണ് പിന്നെ വരിക, അല്ലെ? അവിടെ ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ആ രീതിയിലാണ്, അല്ലെ, യന്ത്ര മനുഷ്യന്മാരെ സൃഷ്ടിച്ചത്. പിന്നെ ലാസ്റ്റ് ഇത് ഭയങ്കര തലവേനയായി. പക്ഷെ ആർസിമില് തലവേന എല്ലാം ചെയ്യുക, നമ്മളേലും പവറുള്ള ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ടീമംഗങ്ങളെ ലീഡേഴ്സിലേക്ക് വളർത്തി കൊണ്ടുവന്നാൽ പിടിച്ചാൽ കിട്ടാത്ത ഒരു ടീമായിട്ട് വളരാൻ പറ്റും. അവിടെ അതിനെന്ത് വേണം? അതിന് നമ്മൾ ഈ ഒരു പ്രവർത്തനങ്ങള്, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ എന്തായാലും മോഹൻദാസ് സാറ് തുടങ്ങി വെച്ച ഒരു കാര്യം ഒരു വിഷയമായിട്ട് കിട്ടി. പക്ഷെ ഇത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, അല്ലെ, പല ആളുകള് നമ്മുടെ ടീമില്, പല ആളുകള് പ്രവർത്തിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയാ. പക്ഷെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് റിസൾട്ട് കിട്ടാറുണ്ടോ മോഹൻദാസ് സാറ്? പ്രവർത്തിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയാ, പക്ഷെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്ന പ്രവർത്തനം ചുരുക്കാം, അല്ലെ? പറയാറുണ്ട്, നായ ഓടിയിട്ട് ഒരു കാര്യമില്ല, നായക്ക് ഇരിക്കാൻ നേരമില്ല, അല്ലെ? ഇരുന്നോട്ടെ, ഒരു പഞ്ചാണ്, ചിലപ്പോ ഗുണം ചെയ്യത്, അല്ലെ? ഇതുപോലെ ചില പഞ്ചുകളാണ് ചില ആൾക്ക് ഗുണം ചെയ്തിട്ട് ചില ആളുകൾ എന്നോട് സ്വകാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാർ ആ പറഞ്ഞ പഞ്ചാണ്, എനിക്ക് ക്ലാസ്സുകൾ 5-8 കേട്ടിട്ടുണ്ട്, പക്ഷെ ആ അടിച്ച് പറഞ്ഞുള്ള ആ പഞ്ചില് അത് എന്റെ ദിതി കൊണ്ട് കിളി പറന്നു പോയി. ചില ആരെങ്കിൽക്കൊക്കെ ഒരു കിളി പറന്നു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് പൊക്കട്ടെ, കൈകൊട്ടി ഇങ്ങനെ വിളിക്കണ്ട, വായോ വായോ എന്ന് വിളിക്കണ്ട. കാരണം അത് കിളി നമുക്ക് നന്നാവാനുള്ളതാ.
കാരണം നമ്മുടെ ചില ചിന്താഗതികള്, നമ്മൾ അനാവശ്യ ചിന്താഗതികൾ നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ചിന്താഗതികൾ നമുക്ക് വരും, അല്ലെ? നമുക്ക് അറിവുകൾ നമ്മൾ നേടാനിരിക്കുമ്പോൾ നമ്മുടെ കുറെ അറിവുകൾ ഉണ്ടാകും, അത് ഇഷ്ടംപോലെ ഉണ്ടാവും. ഞാൻ ആർസിമിൽ വന്നതിന് ശേഷം ഗിരീഷ് സാർ എന്നോട് പറഞ്ഞു, സജു സാറ് നല്ല മരപ്പണിക്കാരനാണ്, ഒക്കെ ശരിയാണ്. ഗൾഫിലൊക്കെ പോയിട്ട് ലോകം കണ്ടിട്ടുണ്ട്, പല ആളുകളായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, പല മേഖലയിലും ബിസിനസ് ചെയ്യുന്നുണ്ട്, പലചരക്ക് ചെയ്യുന്നുണ്ട്, നല്ല ഹോം ഡെലിവറി ഒക്കെ നല്ലതാണ്, ഞാൻ കണ്ടു, അതൊക്കെ എനിക്കിഷ്ടമായി. പക്ഷെ ആർസിം ബിസിനസ്സില് അല്ലെ, അതിലെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് എടുക്കാം. പക്ഷെ ആർസിമില് അതിന്റെ ഒന്നും ബുദ്ധി എടുക്കരുത്. ആർസിം ബിസിനസ്സിൽ അതിന്റെ ബുദ്ധി എടുത്താൽ ആർസിമില് തോറ്റു തുന്നം പാടുന്ന ആള് പച്ചയ്ക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് ഗിരി സാറിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെ? ഗിരി സാറിനോട് എനിക്ക് ഏറ്റവും ഇഷ്ടം, ആള് എന്നോട് പച്ചയ്ക്ക് പറഞ്ഞു, അത് താലോലിച്ചിട്ടൊന്നല്ല പറഞ്ഞത്. എന്താണ്? ഇങ്ങനെയാണ് ഇതിൽ വിജയിക്കാനുള്ള വിജയമന്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാലിച്ചാൽ ഇതിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. എന്റെ എക്സ്പീരിയൻസിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി എന്റെ ബുദ്ധി ഒന്നും ഞാൻ എടുക്കുന്നില്ല, എന്താണോ സിസ്റ്റം പറയുന്നത്, എന്താണോ വിജയിച്ച ലീഡേഴ്സ് പറയുന്നത്, അത് കേൾക്കാനും പ്രവർത്തിക്കാനും ഞാൻ തയ്യാറായി. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇന്ന് ആളുകള് പ്രവർത്തിച്ചിട്ടും അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ, എല്ലാവർക്കും എന്തുണ്ട്? സ്വപ്നങ്ങളുണ്ട്, എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ട്, എല്ലാവർക്കും ഒരു എവിടെ എത്തണമെന്നുണ്ട്, എല്ലാവർക്കും ഏത് അച്ചീവർ ആവണമെന്നുണ്ട്. പക്ഷെ അതിന് അപ്പം ഞാനുണ്ട്, അല്ലെ? ഞാനില്ലേ? എല്ലാവരും ഒന്ന് മോഹൻദാസ് സാറെ അല്ലേ, അവനവനില്ലേ? ഉണ്ട്. നമുക്ക് സ്വപ്നങ്ങളുണ്ട്, നമുക്ക് ആർസിമിലൂടെ വിജയിക്കണമെന്നുണ്ട്, നമുക്ക് എവിടെ എത്തണമെന്നുണ്ട്, അല്ലെ? മോഹൻദാസ് സാറിന് എവിടെ എത്തണം? ഏത് ലെവലെത്തണം? എനിക്ക് ഡയമണ്ട് ആകണം സർ. ഡയമണ്ട് ആവണം, അല്ലെ? മോഹൻദാസ് സാർ ഇവിടെ ഉണ്ട്. മോഹൻദാസ് സാർ ഇന്ന് ഏത് അച്ചീവറാ? സ്റ്റാർ അച്ചീവറാണ്. ഞാനും എന്റെ ഉദ്ദേശം, ഞാനും ഡയമണ്ടും സ്റ്റാർ ഡയമണ്ടും ഒക്കെ ആവണമെന്നാണ് എന്റെ ഉദ്ദേശം. കമ്പനി അടുത്ത പിന്നുകൾ ഏതൊക്കെ വരുന്നോ ഏതറ്റം വരെ വിജയിക്കണം തന്നെയാണ് എന്റെ ഉദ്ദേശം. ഞാൻ ഇന്നിപ്പോ സ്റ്റാർ എമറാൾഡ് ആയിട്ടുള്ളൂ, ക്ലിയർ ആയ? മോഹൻദാസ് സാർ സ്റ്റാർ ആയിട്ടുള്ളൂ. അപ്പോൾ മുന്നേ ഞാൻ എവിടെ നിൽക്കുന്നു, അല്ലെ? ഓരോരുത്തരും ഇന്ന് ഞാനും മോഹൻദാസ് സാറും എന്താണ് സംസാരിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇതിൽ ബാധകമല്ല എന്നല്ല. അവിടെ ബാബു സാറായാലും ആരായാലും എല്ലാവരും അവരവരെ ചിന്തിക്കുക. ഇത് കേൾക്കുന്ന ഓരോരുത്തരും തിരക്കായിക്കോട്ടെ, നിങ്ങൾ പണി തിരക്കായിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഞാൻ എവിടെ നിൽക്കുന്നു? ആർസിമിലാണ് ഞാൻ, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്നത്. ഞാൻ എവിടെ നിൽക്കുന്നു വളരെ പ്രധാനമാണ്, അല്ലെ? കോഴിക്കോട് പോണം സാറിന്, ബാബു സാറ് ഏങ്ങണ്ടൂര് ബസ് സ്റ്റോപ്പിൽ നിൽക്കാം. ബാബു സാർ എവിടെ നിൽക്കുന്നു എന്ന് ബോധ്യമില്ലെങ്കിൽ ബാബു സാറിന് കോഴിക്കോട് എത്തണമെങ്കിൽ ബുദ്ധിമുട്ടാ. എത്തുന്ന ബോധ്യം ഉണ്ടാവുന്നില്ല, എത്താം. പക്ഷെ നമ്മളൊരു ചോദിക്കും, അല്ലെ? ഈ കോഴിക്കോട് ബസ് അല്ലെങ്കിൽ എവിടുന്ന് കിട്ടുമോ? അപ്പൊ പറയും ഈ സ്റ്റോപ്പല്ല, അതിന്റെ അപ്പുറത്തേക്ക് കടക്കുമ്പോ ആ സൈഡിൽ കൂടെയാണ് വരിക കോഴിക്കോട്. കാരണം ഏത് സൈഡിലേക്കാണ് ബസ് പോകുന്നത് നമുക്കറിയില്ല, കോഴിക്കോട് ബസ്. ഇനി കോഴിക്കോട് ബസ് ചിലപ്പോൾ നേരിട്ടുണ്ടാവണമെന്നില്ല. തൃശ്ശൂർ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് കണക്ഷൻ, നിങ്ങൾക്ക് കോഴിക്കോട് ബസ് കിട്ടും, അല്ലെ? ഇത് ആരാ പറഞ്ഞുതരാ? കോഴിക്കോട് പോയി പരിചയമുള്ള ആളുകളല്ലേ പറഞ്ഞുതരാ. അല്ലെങ്കിൽ ഇത് ചോദിച്ചില്ലെങ്കിൽ അവരവരെ ബുദ്ധിക്ക് എനിക്ക് ഇവിടെ നിന്നാൽ കോഴിക്കോട് ബസ് കിട്ടുമെന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒരു കുഗ്രാമത്തില് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നാൽ ബസ് സ്റ്റോപ്പിൽ നിൽക്ക കാര്യം ഉണ്ടാവുള്ളൂ, കോഴിക്കോട് എത്തും ആള്? എത്തില്ല. അതുകൊണ്ട് കോഴിക്കോട് പോവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത്, ഏത് ബസ്സിലാണ് കയറേണ്ടത്, എത്ര ദൂരമുണ്ട്, എത്ര സമയമെടുക്കും, ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിലോ നമുക്കൊരു ധാരണയായി, പിന്നെ യാത്ര ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഇത് പല ആളുകളും ആർസിമിൽ വന്നു കഴിഞ്ഞ് 1-2 ക്ലാസ് കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് ഞാൻ ഡയമണ്ട് ആവാന്ന് പറഞ്ഞിട്ട് ഓടാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യണം, അതിന്റെ വരുമാനകൾ എന്താണ്, ഇതൊന്നും പല ആളുകളും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ എവിടെയാണ്, ഞാൻ ആർസിമിൽ എന്താണ്, ബിഗിനർ ആണെങ്കിൽ ബിഗിനർ, സ്റ്റാർട്ടർ ആണെങ്കിൽ സ്റ്റാർട്ടർ. ഇന്നിപ്പോ സ്റ്റാർ എന്റെ പോകാണല്ലോ, അതുകൊണ്ട് ഒരു മിനിമം ഒരു സ്റ്റാർ ആയിരിക്കും നമ്മൾ ആരെങ്കിലും. അപ്പൊ ഞാൻ എന്താണ് മനസ്സിലായി, ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്റെ ടീമിന്റെ സ്ട്രെങ്ത്തും കൂടി നമ്മൾ ചിന്തിക്കണം. എവിടേക്കാണ് പോകേണ്ടത്? അപ്പൊ ഡയമണ്ട് ആണെന്ന് പറഞ്ഞു.
അപ്പോൾ സാറ് മോഹൻദാസ് സാറ് എന്താണെന്ന് ചിന്തിച്ചു, ആരാണെന്ന് മനസ്സിലാക്കി, സാറിന് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ പോകേണ്ട സ്ഥലവും മനസ്സിലാക്കി, നമ്മളെയും മനസ്സിലാക്കി. ഇനി എന്താ ചെയ്യണ്ടേ സാറേ? സാർ, ഞാൻ പോകേണ്ട ഓരോ പിൻ ലെവലുകളിൽ ഞാൻ എങ്ങനെ എത്തണം, അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവർ എന്തൊക്കെ ചെയ്യണം, ഇത് ഞാൻ അത് പഠിക്കണം. വളരെ പ്രധാനമാണ് അല്ലെ. ആ. ഞാൻ അവിടെ എത്തണം എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എത്താൻ പറ്റുന്ന രീതിയല്ല. ഇത് കൈക്കോട്ടകളല്ല, മരപ്പണിയല്ല, പെയിന്റ് പണിയല്ല. പെയിന്റ് പണിയാണെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരു വീട് പണിയെടുത്ത് ചെയ്ത് നിറവേറ്റാം. പക്ഷെ ആർസിന്റെ ടീം ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്. ടീം ബിൽഡിംഗ് എന്ന് ചെയ്യണമെങ്കിൽ ടീം വേണം, ആളുകൾ വേണം, ആളുകളുടെ ഒരു കൂട്ടായ്മ വേണം. അതിലൂടെയാണ് വളരാൻ പറ്റുള്ളൂ അല്ലെ. സ്റ്റാർ എമറാൾഡിന്റെ പി ഒറ്റയ്ക്ക് എടുത്ത് അടിക്കാന്ന് വിചാരിച്ചാലോ നന്നാവും അല്ലെ. സ്റ്റാർ എമറാൾഡിന്റെ പി ഒറ്റയ്ക്ക് എടുത്ത് അടിച്ച് ഞാനാവാം, പറ്റോ? പറ്റില്ല. ഇത് ഒരു കൂട്ടായ്മയോട് കൂടിയാണ് വളരാൻ പറ്റുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യണം. എന്താണ് പ്രവർത്തനങ്ങൾ അല്ലെ? ഇതിന്റെ ഇടയിൽ ആളുകളുണ്ട്, ആളുകൾക്ക് സ്വപ്നങ്ങളുണ്ട്, ആളുകൾക്ക് എവിടെ എത്തണമെന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഉള്ളതാണ് ഇന്ന് വേണ്ടത്ര രീതിയിൽ നടക്കാത്തത്. എന്താണ്? ആക്ഷൻ പ്ലാൻ, ആക്ഷൻ, പ്രവർത്തനം അല്ലെ. ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, കിണറിന് സ്ഥാനം കണ്ട സ്ഥാനം കുറ്റിയടിച്ചിട്ടുണ്ട്. അവിടെ 10 കോല് കുത്തിയാൽ കിണറില് വെള്ളം കിട്ടുമെന്ന് അറിയാം. വീട്ടുകാരെന്നിട്ട് ഇരിക്കുക എല്ലാ ദിവസവും എന്താണ് കൊത്തിയും കായ്ക്കോട്ടൊക്കെ കൊണ്ട് കായ്ക്കോട്ടത്തിന് നോക്കും, കൊത്തിമ്മയ്ക്ക് നോക്കും, കായ്ക്കോട്ടമ്മയ്ക്ക് നോക്കും, സ്ഥാനം കുത്തിയ ആ സ്ഥലത്തേക്ക് നോക്കും. ആ വെള്ളം കുടിക്കുന്നത് സ്വപ്നം കാണും. അതിൽ നിന്ന് വെള്ളം കുടിച്ച് ആ പായസമൊക്കെ വെക്കില്ലേ നമ്മള്, അതൊക്കെ സ്വപ്നം കാണും. ഒറ്റ ദിവസം എന്തിൽ ഇറങ്ങില്ല? ഈ കിണർ കുത്താനായിട്ടുള്ള പ്രയത്നം തുടങ്ങിയിട്ടില്ല. വെള്ളം കിട്ടുമോ? അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയുണ്ട്. നമ്മൾ ഡയമണ്ട് ആവണം. അതിലേക്ക് എത്താനുള്ള പ്രവർത്തനം ഞാൻ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഡയമണ്ട് ആവുക. അല്ലെങ്കിൽ നമ്മൾ അടുത്ത അച്ചീവ്മെന്റ് വരാം. എന്താണ് ഈ പ്രവർത്തനം അല്ലെ? 6 ബേസിക് 8 ഹോർഷപ്പ് 7 കാർഡിനൽ റൂൾസ് ഒറ്റയടിക്ക് പറയും അല്ലെ. എന്താണ് പ്രവർത്തനം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. 6 ബേസിക് 8 ഹോർഷപ്പ് 7 കാർഡിനൽ റൂൾസ്. ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും ആർക്കും അറിയാത്ത 21 ഗോൾഡൻ സ്റ്റെപ്പ് ഉണ്ട് ആർസിമില്. അത് എത്രണ്ണം പാലിക്കുന്നുണ്ട് JRCയും ഗുഡ് ആർസിയും? അത് എത്രണ്ണം പാലിക്കുന്നുണ്ട്? 6 ബേസിക്കിൽ എത്രണ്ണം പാലിക്കുന്നുണ്ട്? 8 ഹോർഷപ്പിൽ എത്രണ്ണം പാലിക്കുന്നുണ്ട്? എത്രണ്ണം നമ്മുടെ ടീം അംഗങ്ങൾ പാലിക്കുന്നുണ്ട്? അവര് പാലിക്കാൻ വിധം അവരെ എത്ര പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? അവരെത്ര വളർത്തിയിട്ടുണ്ട്? അവരെത്ര വളർത്തുന്നുണ്ട്? അവരെത്ര കെയർ ചെയ്യുന്നുണ്ട്? അവരെത്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇതിനനുസരിച്ചിട്ടായിരിക്കും അവര് ചെയ്യുക. അപ്പോൾ ആക്ഷൻ ഇത് നടക്കാത്തത് കൊണ്ടാണ് പല ആളുകളും എന്താണ് ടീം വളരാത്തത്. ആർസിമിലുണ്ട്, ഫുൾ ടൈം ആണ്. പക്ഷെ നിങ്ങൾ നാളെ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫുൾ ടൈം ആയ ആള് തല ചൊറിഞ്ഞിട്ട് പറയും, നാളെ എനിക്ക് നാളെ ഒരാളെ കാണാനുണ്ട്. ഈ ഒരാൾ ആരാന്ന് ഇന്ന് വരെ പിടുത്തം കിട്ടിയില്ല. JRCയും ഗുഡ് ആർസിയും. എന്നാ പിന്നെ അടുത്ത തിങ്കളാഴ്ച എവിടെയാ? അടുത്ത തിങ്കളാഴ്ച എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ഒരു ധാരണയില്ല എവിടെയാന്ന്. എവിടെയെങ്കിലും ക്ലാസ്സിന് പോണം, ആരെങ്കിലും കാണണം. സത്യത്തില് ഗിരിസാറ് പറഞ്ഞൊരു സൂത്രവാക്യം, അതിലേക്കാണ് ഞാൻ വന്നത്. ഞാൻ ആ പോയിന്റ് ഔട്ട് ചെയ്ത് മോഹൻദാസ് സാറിനോട് ചോദിച്ചത് തൊട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ആ പോയിന്റിലേക്കല്ല ഞാൻ വന്നത്. ഇതൊക്കെ നടക്കാനായിട്ട് അപ്പൊ ആക്ഷൻ നടക്കണം നമുക്കറിയാം. അത് നമ്മളും ചെയ്യണം, ടീമും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടായ്മ വരുമ്പോഴാണ് എണ്ണയിട്ട യന്ത്രം പോലെ നമുക്ക് വളരാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഒരു ബസ് ഓടണമെങ്കിൽ എത്ര ടയർ വേണം? ഇപ്പൊ എന്നാണ് ആളുകൾ ഇരുന്നിട്ട് എത്രണ്ണം വേണം അല്ലെ. ബാക്കിൽ 2 ഫ്രണ്ടില് ബാക്കിൽ 4 ഫ്രണ്ടിൽ 2 അല്ലെ. ഒരു ബസിന്റെ ടയർ എത്രയാണ്? അന്ന് ഒരു 4 വെച്ച് ഓടിക്കാൻ പറ്റില്ലേ? ഓടിക്കാൻ പറ്റും. 3 വെച്ച് ഓടിക്കാൻ പറ്റും. ബുദ്ധിമുട്ടാ. ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കും. ഇനി 2 വെച്ചോ? അപ്പോഴും ഓടിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് 6 ഈ 6 ടയർ മാത്രം വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റോ? പറ്റോ? പറ്റില്ല. അതിൻ്റെതായ ഒരു ചെറിയ നെറ്റ് പോലും ഇടേണ്ട സ്ഥാനത്ത് അതില്ലെങ്കിൽ ആ വണ്ടി മുന്നോട്ട് പോവില്ല അല്ലെ. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാനുണ്ടെന്ന് അർത്ഥം. അല്ലാതെ 4 ടയറുമേയാണ് വണ്ടി ഓടുന്നത്. പക്ഷെ എന്നാ 4 ടയർ കൊണ്ടുവന്നു ബസ്സിൽ ആളെ കയറ്റി, ബസ്സിന് എഞ്ചിനില്ല.
ഓടുവോ? ഇനി എഞ്ചിനുണ്ട്, അതിനുള്ള ഇന്ധനമില്ല, അതായത് സ്വപ്നങ്ങളില്ല, ഓടാനുള്ള സ്വപ്നങ്ങളില്ല ചില ആളുകൾക്ക്. ഓടുവോ? വണ്ടിയിൽ കയറുന്ന സ്റ്റീറിംഗ് ഇരുന്ന് കഞ്ഞിനും കുഞ്ഞിനും വെച്ച് കളിക്കാം. സ്റ്റീറിംഗ് ഇരുന്നിട്ടേ കഞ്ഞിനും കുഞ്ഞിനും വെച്ച് കളിക്കാം. മുന്നോട്ട് പോവില്ല വണ്ടി. മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെതായ രീതികള് വേണം, അല്ലെ? എന്നോട് ആർക്കെങ്കിലും ഒക്കെ ചെറിയ ദേഷ്യം തോന്നും ഇത് പറയുമ്പോ, ഇരുന്നോട്ടെ കുഴപ്പമില്ല. പക്ഷെ നാളെ കാശ് വരുമ്പോൾ ആർസിമിൽ ഇതൊക്കെ കേട്ട് എന്തെങ്കിലും ചെയ്താൽ കാശ് വരുമ്പോൾ ഒരു 10 പൈസ എനിക്ക് തരണ്ട. അന്ന് നിങ്ങൾ എന്നെ കാണുമ്പോ സാറ് അന്നത്തെ ക്ലാസ് ആണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ്, ഒരു കിളി പറന്നു പോയെന്ന് പറയും. ചില ആളുകൾ എന്റെ ടീമിൽ പറയാറുണ്ട്, സാർ അന്നത്തെ ക്ലാസ്സിൽ ഇതിവിടെ ഒരു അടി അടിച്ചതാണ് എന്റെ കിളി പറന്നു പോയത്. ജയസിനിമയുടെ ഇടയ്ക്ക് പറയാറുണ്ട്. ആ കിളി പറന്നു പോയാൽ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവിടെ ഈ മരക്കൊത്താൻ ഇങ്ങനെ കൊത്തി 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 നമ്മളെ ഇല്ലാണ്ടാക്കും. ആ മരക്കൊത്താൻ എന്ന് നമുക്ക് പറപ്പിച്ചു വിടാൻ പറ്റുന്നോ അന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് ചില ആളുകൾ നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്ന് അത് വേണ്ട, അത് ചെയ്യണ്ട, എന്തിനിപ്പോ അത് ചെയ്യുന്ന, ആ ലീഡർ പറഞ്ഞത് ചെയ്യേണ്ട ആവശ്യം, നീ നിന്റെ ബുദ്ധിക്ക് ചെയ്താൽ മതി. എന്തിനാ ഹോം മീറ്റിംഗാ, അതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്തിനാ ഡയമണ്ട് ക്ലബാ, ഇതൊക്കെ ലീഡർമാര് പലതും പറയും. എന്തിനാ ട്രെയിനിങ്ങാ, എന്തിനപ്പോ അതിന് പോകേണ്ട ആവശ്യം? ഞാൻ 2 ക്ലാസ് കേട്ടല്ലേ, രാജ് സാറിന്റെ ക്ലാസ്സാ. രാജ് സാറിന്റെ ക്ലാസ്സൊക്കെ എത്ര കേട്ടോ ഞാൻ. എന്തിനാ പിന്നെ ഇനിയിപ്പോ പോണ്? ആ മരക്കൊത്താൻ ഇരുന്ന് നമ്മുടെ മൈൻഡ് സെറ്റിനോട് പറയാണ്, ആ മരക്കൊത്താന്റെ വാക്ക് എന്ന് നിങ്ങൾ കേട്ടോ അന്ന് ബുദ്ധിമുട്ടാ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കണം, സിസ്റ്റം നമ്മുടെ ആ ഒരു ചെയ്യാതിരിക്കാനുള്ള, നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ സുഖലോലുപനായിട്ട് ജീവിക്കാനാണ് സമ്മതിക്കുള്ളൂ. ഒരു കുഴി കണ്ടാൽ എന്താ ചാടാൻ പേടി തോന്നുന്നത്? നിരപ്പിക്കൂടെ നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഒരു കുഴി കണ്ടാൽ, ഒരു ഗർത്തം കണ്ടാൽ അതിലേക്ക് വീഴുമോ എന്നുള്ള ഭയം വരുന്ന എന്താണ്? അവിടെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി എന്താണ് അവിടെ ബ്രെയിൻ നമുക്ക് തരുന്ന സൂചനയാണ്. അതുകൊണ്ട് കിടന്നുറങ്ങുന്നോടത്ത് എനിക്കടാ എനിക്കടാന്ന് ബ്രെയിൻ ഒരിക്കലും പറയില്ല. കെടുക്കട മോനെ, കുറച്ചും കൂടി കിടന്നോ എന്നാണ് പറയുള്ളൂ. എനിക്കിടാന്ന് ആര് പറയണം? ആ ബ്രെയിന്. അതായത് നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കാത്ത ആ ബ്രെയിനെ മറികടക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പോഴാണ് നമ്മള് കിടക്കണ്ട, നീ കുറച്ചും കൂടി നേരം കിടന്നോ എന്ന് പറയുന്നിടത്ത് ചാടി എണീക്കണം. 2 സെക്കൻഡ് കൊണ്ട് തീരുമാനം നമ്മൾ എടുക്കണം. പിന്നെ നമ്മൾ വിജയിച്ചു. പിന്നെ നമ്മളെ ബ്രെയിനെ നമ്മുടെ അടിമയാക്കാം. നമ്മളെ ബ്രെയിൻ അടിമയാക്കിയ പിന്നെ നമ്മളാണ് തീരുമാന രാജാവ്. അങ്ങനെ രാജാവായാൽ വളരെ സുന്ദരായി, അല്ലെ? അതുകൊണ്ട് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരാള് പറയില്ല അത് വേണ്ടാന്ന്. ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമാണെന്ന് തോന്നിയാൽ അത് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിക്ക് നമുക്ക് വരണം. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതിലേക്കല്ല. ഗിരിസാറ് പറഞ്ഞു, പല ആളുകളും RCM സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പല ആളുകളും എന്താണ് രാവും പകലില്ലാതെ ഓടി നടന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ റിസൾട്ട് ഇല്ല. റിസൾട്ട് ഇല്ലാത്തതിന്റെ കാരണം നിങ്ങൾ ലോക്കായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ ലോക്കായിട്ടില്ല എന്ന്. നമ്മളെ ലോക്കാക്കുന്ന ആരാ? നമ്മളെ ലോക്കാക്കുന്നത് നമ്മുടെ ഡയറിയാണ്. GRCM ഗുഡ് RCM. നമ്മളെ മാസ്റ്റർ നമ്മളെ ഡയറി ആയിരിക്കണം. പല ആളുകളും വിചാരിച്ചു ഞാൻ എന്റെ മാസ്റ്ററായിട്ട്, ഞാൻ എന്റെ ഗുരുവായിട്ട് വേറെ ആളെയാണല്ലോ കണ്ടിരുന്നത്. ഇപ്പൊ ഡയറീനെ ഗുരുവായിട്ട് കണ്ടാൽ മതിയാ? പുലിവാല് ഇത്ര നാള് എന്റെ മെന്റർ, ഇനി ഡയറീനെ മെന്ററാക്കാം. അതല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല. നിങ്ങളുടെ പ്ലാനിങ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അത് നടക്കും. പ്ലാൻ ചെയ്ത കല്യാണമാണ് ഇന്ന് പലതും കൃത്യമായിട്ട് നടന്നിട്ടുള്ളത്. ഡേറ്റ് നിശ്ചയിച്ചു, അല്ലെ? ഇനി ഒളിച്ചോടുകയാണെങ്കിൽ തന്നെ ഒളിച്ചോടാനായിട്ട് ഒരു സമയം നിശ്ചയിക്കണം, ഒരു ഡേറ്റ് നിശ്ചയിക്കണം, അല്ലെ? നിന്നെ ഞാൻ ഒളിച്ചോട്ടി കൊണ്ടുപോട്ടാ പെണ്ണിനോട് പറഞ്ഞു. പെണ്ണും ഇത് വിശ്വസിച്ചു. ചേട്ടാ ഞാൻ വിളിച്ചാ വരാട്ടാ. ഡേറ്റ് പറഞ്ഞിട്ടില്ല, സമയം പറഞ്ഞിട്ടില്ല. പെണ്ണ് വിചാരിക്കും ചേട്ടൻ ഇന്ന് വിളിക്കും, ചേട്ടൻ വിചാരിക്കും നാളെ വിളിക്കാം, മറ്റൊന്ന് വിളിക്കാം. ചേട്ടനും ഡേറ്റ് നിശ്ചയിച്ചില്ലേ, പെണ്ണും ഡേറ്റ് അറിയില്ല, അല്ലെ? ഒരു കല്യാണം, അല്ലെ? കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞ് കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കാത്ത കല്യാണം വരെ നടന്നണ്ട. എൻഗേജ്ഡ് അറേഞ്ച്മെന്റ് ഇത് അല്ല, കല്യാണം മുന്നേ ഡേറ്റ് നിശ്ചയിക്കുമ്പോഴല്ലേ ഒരുക്കം നടക്ക, അല്ലെ? അപ്പോഴല്ലേ ചിലപ്പോൾ കല്യാണത്തിന്റെ തലേദിവസമായിരിക്കും ഫ്രണ്ട് ഡോറ് ഞാൻ കൊളത്തിട്ടുണ്ട്. കല്യാണത്തിന്റെ രാത്രി 12 മണിക്ക് ഫ്രണ്ട് ഡോറ് കൊളത്തി കൊടുത്തിട്ടുണ്ട്. എന്ന കാരണം കല്യാണം ഡേറ്റ് നിശ്ചയിച്ചപ്പോഴാണ് ചൂടായ. കല്യാണം നിശ്ചയിച്ചിട്ട് 6 മാസമായി. പക്ഷെ ഡേറ്റ് നിശ്ചയിച്ചപ്പോ ചൂടായി. അലി അക്ബർ സാറ് അങ്ങനെയാണോ സാധാരണ നാട്ടു നടപ്പ്?
എന്തെങ്കിലും നിശ്ചയിക്കുമ്പോഴല്ലേ നമ്മൾ ചൂടാവുക. പെരപണി, പെയിന്റിങ്, കാര്യങ്ങള് 6 മാസം ഉണ്ടാവും, നാളെ ചെയ്യാം, അടുത്ത മാസം ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്ന് കല്യാണത്തിന്റെ തലേദിവസമായിരിക്കും പിന്നെ തകൃതിയായിട്ടുള്ള പണി അല്ലെ. ഡേറ്റ് ഉണ്ട്, അവിടെ ഡേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന് നമ്മുടെ കയ്യിൽ ഡേറ്റ് ഉണ്ടോ? അല്ല, ഈ മാസത്തിന്റെ തുടക്കമാണ്. ഈ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വന്നത്. നമ്മുടെ പ്രവർത്തനത്തിന് നിങ്ങളുടെ കയ്യില് അല്ലെ, അടുത്ത ബുധനാഴ്ച എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡയറിയിൽ നോക്കിയിട്ട് അടുത്ത ബുധനാഴ്ച നിങ്ങൾ ഇന്ന സ്ഥലത്താന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അടുത്ത മാസം 15-ാം തീയതി നിങ്ങൾ എവിടെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഡയറി നോക്കിയിട്ട് അടുത്ത മാസം 15-ാം തീയതി ഞാൻ ഇന്ന പ്രവർത്തനത്തിലായിരിക്കും. നിങ്ങൾ ഇനി റേഷൻ കടയിൽ പോകുന്നതാണ്, അല്ലെങ്കിൽ സപ്ലൈകോയിൽ പോകുന്നതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നതാണ്, നിങ്ങൾക്കൊരു കല്യാണം ഉണ്ട്, നിങ്ങൾ ആ കല്യാണത്തിനായിരിക്കും. എന്റെ കുഞ്ഞമ്മേരെ മോളെ കല്യാണമാണ് 15-ാം തീയതി ഞാൻ കല്യാണത്തിനായിരിക്കും പറയാൻ സാധിക്കണം. ഡയറിയിൽ വർക്ക് ചെയ്യണം. ഞാൻ പറയുന്നു ഇന്ന് 4-ാം തീയതി ആയിട്ടുള്ളൂ, ഞാൻ പറയുന്നു ഇന്ന് ഒരു 30, ഇന്ന് ഈ മാസം എത്രയുണ്ട് സാറേ, മോഹൻദാസ് സാറേ? ഇതൊന്നും എനിക്കറിയില്ല. ഓരോ ദിവസം എല്ലാം ഓരോ പോലെയാ. ജൂൺ മാസം 30 ഉള്ളൂ. ജൂൺ മാസം 30 ഉള്ളൂ. അണ്ടാ 30 ഉള്ളൂ. ഞാൻ എല്ലാ മാസം 31-ാം തീയതി വരെ എഴുതും. ഏതൊരു ഡയറി എടുത്താലും 31-ാം തീയതി വരെ എഴുതും. കാരണം എന്താണ്, ഇനി ഒരെണ്ണം ഇനി എന്റെ കുറവുകൊണ്ട് ഇനി കുറയ്ക്കണ്ട, ഉള്ള ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. ഇനി 31-ാം തീയതി എഴുതി കഴിഞ്ഞാൽ ഫെബ്രുവരി 28 29 എനിക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ 31 എഴുതും. പക്ഷെ 29 പ്രവർത്തനം ഏത് മാസമാണുള്ളോ അത് എഴുതും. അപ്പൊ പിന്നെ കുറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചാൽ 30 മാസം ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഡയറിയിൽ, ഇത് കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഡയറിയിൽ എന്തെഴുതാ, 30 ദിവസം. ഇനി 1 2 3 എഴുതിയിട്ട് വല്ല കാര്യമില്ല. ഇനി വല്ല കാര്യമില്ല. ജൂൺ 1 ഞാൻ ഇനി അടി തകർക്കും. ജൂൺ 1. ജൂൺ 3-ാം തീയതി ഞാൻ പൊരിക്കും. കാര്യമില്ല. ജൂൺ 3-ാം തീയതി അടുത്ത 2026 വേണമെങ്കിൽ എഴുതാം. പക്ഷെ 2025 ജൂൺ 3 പോയില്ലേ. ഇന്നത്തെ ഡേറ്റ് എഴുതും. ഇന്നത്തെ ഡേറ്റ് 4 5 6 7 8 ഒരു 2 വരി വിട്ടിട്ട് അതങ്ങോട്ട് എഴുതാം. എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ മാസത്തെ മൊത്തം ലിസ്റ്റ് എഴുതാം. ആ ലിസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾ വരുന്ന പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ ആദ്യം എഴുതാം. ഇപ്പൊ എന്റെ ഡയറിയിൽ ഇന്ന് ടെക്നിക് മീറ്റിംഗാ, സ്റ്റാർ പ്ലാറ്റിനന്റെ പോകും. എന്റെ ഡയറിയിൽ അതാണ്. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞാൽ അവിടെ പോണം. അപ്പൊ അതുകൊണ്ട് എന്റെ ഡയറിയിൽ ഇന്ന് എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ ടെക്നിക് മീറ്റിംഗിലാണ്, എനിക്ക് പറയാൻ പറ്റും. ഞാൻ പോവാൻ തയ്യാറായിട്ടില്ലെങ്കിലോ, ഞാൻ ഇന്ന് എവിടെയാണോ അപ്പോ എവിടെയാ ആയാലും നമ്മൾ ആർസിമിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ടോ അല്ലെ. ഞാൻ പറയുന്നു ഒരു 20 ദിവസം 10 ദിവസം നിങ്ങളുടെ സെൽഫിന് വേണ്ടി മാറ്റിവെച്ചോ. 10 ദിവസം നിങ്ങളുടെ സ്വന്തമായ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചോ. അത് ഇന്ന ദിവസം തന്നെ നിങ്ങൾ അത് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷെ അത് നിങ്ങളുടെ കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോ ഭാര്യ വീട്ടിൽ പോകണം, എഴുതിക്കോ. നമ്മൾ ഭാര്യ വീട്ടിൽ പോയാലും ബന്ധു വീട്ടിൽ പോയാലും അല്ലെ, മരണ വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും നമുക്ക് ഒരേ പോലെ ഇല്ലേ. ആർസി ബിസിനസ് ചെയ്യാനും വല്ല ബുദ്ധിമുട്ടുണ്ടാ? ഭാര്യ വീട്ടിൽ പോകുമ്പോ എന്താണ്, കുറച്ച് സാധനങ്ങളായിട്ട് പോയി അയൽക്കാർക്ക് സാധനങ്ങൾ കൊടുത്തു, അങ്ങനെ കൊടുത്തതാണ് ഞാൻ. അങ്ങനെയാണ് ഒരു സ്റ്റാർ പേള് ഷൈൻ ബാബു സാറ്, സ്റ്റാർ പേള് സുന്ദർ സാറ്, പേള് ദാസ് സാറൊക്കെ ഉദയം കൊണ്ടത് ഭാര്യ വീട്ടിൽ പോയതാ. JRC മുണ്ടാർസിയം. അതുകൊണ്ട് ഭാര്യ വീട്ടിൽ പോയാലും ബിസിനസ്, മരണ വീട്ടിൽ പോയാലും ബിസിനസ്, കല്യാണ വീട്ടിൽ പോയാലും ബിസിനസ്, ഇനി ടൂറ് പോയാലും ബിസിനസ്, ഇനി ഒരു യാത്ര പോയാലും ബിസിനസ്, എവിടെ പോയാലും ബിസിനസ് ആക്കാൻ പറ്റുന്ന പരിപാടിയാണ് നമ്മുടെ. ഒരു ബാങ്ക് മാനേജർ ആണെങ്കിൽ ബാങ്കിൽ പോകണം അല്ലെ, മരപ്പണിയാണെന്നുണ്ടെങ്കിൽ മരപ്പണി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകണം. പക്ഷെ ആർസിം കാരണം എവിടെ പോയാലും അല്ലെ, മനുഷ്യനുള്ള സ്ഥലത്തേക്കല്ലേ നമ്മൾ പോകുന്നത്, മനുഷ്യന്മാരുള്ള സ്ഥലത്തേക്ക്. ഉപ്പും മല്ലും മുളകും കുളിക്കാറുള്ള ആളുകളല്ലേ നമ്മുടെ കാണുന്ന ആളുകള്, പല്ല് തേക്കുന്ന ആളുകളെ നമ്മൾ പരിചയമില്ലേ അല്ലെ. എവിടെ പോയാലും നമുക്ക് ബിസിനസ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കണം. ആ ഒരു ഡേറ്റ് എഴുതി വെക്കുക. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന ഡേറ്റ് ഞാൻ എഴുതുകയാണെങ്കിൽ എനിക്ക് എന്താണ്, ഒരു ഓപ്പണർ എന്റെ മീറ്റിംഗ് 7-ാം തീയതി ഉണ്ട് ഗിരി സാറിന്റെ, എന്റെ ഡേറ്റ് അതാണ്. അപ്പൊ നിങ്ങളുടെ ഡേറ്റ് നിങ്ങളുടെ ടീമിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സിന്റെ ക്ലാസ്സുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാം. കോമൺ ആയിട്ട് വരുന്നതാണ് 10-ാം തീയതി. ലോക്ക് ചെയ്യൂ. 10-ാം തീയതി എന്താണ്, ULP പ്രോഗ്രാം, ചാലക്കുടി രാജീവ് ഗാന്ധി ഓഡിറ്റോറിയം അല്ലെ. 10-ാം തീയതി എഴുതി വെച്ചു. 10-ാം തീയതി ഞാൻ ഇന്നതായിരിക്കും, ഇത്ര ആളുകളെ ഞാൻ കൊണ്ടുപോകും ആ പ്രോഗ്രാമിന്. എഴുതി വെച്ചു. 10-ാം തീയതി നിങ്ങൾ ലോക്കാം. 11-ാം തീയതി നിങ്ങൾ ഒരു ഹോം മീറ്റിംഗ് നിശ്ചയിക്കൂ. ഞാൻ പറയുന്നു നിങ്ങൾ ആ ഡേറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു ഒരു മാസത്തിന്റെ 1-ാം തീയതിയോ 2-ാം തീയതിയോ ആയിട്ട്, ഞാൻ പറയുന്നു 1-ാം തീയതി ചെയ്താൽ അത്രയും നല്ലത്. 1-ാം തീയതിയോ 2-ാം തീയതി ആയിട്ട്, അല്ലെങ്കിൽ 31-ാം തീയതി തന്നെ
നിങ്ങൾക്ക് ആ മാസത്തെ ഡേറ്റ് എഴുതി നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾ എഴുതിയതിന് ശേഷം നിങ്ങളുടെ വർക്ക് ചാർട്ട് ചെയ്യൂ. ഇന്ന് ഈ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ് പല ലീഡേഴ്സിനോട് ഞാൻ എന്റെ ടീമിൽ ചോദിച്ചപ്പോ 5 ഹോം മീറ്റിംഗ് ഈ മാസം നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഹോം മീറ്റിംഗ് പോലും നടത്താത്ത സ്റ്റാർ എന്റെ ലീഡേഴ്സ് ഉണ്ട് നടത്താം. എന്ത് പ്ലാനിങ് ആണ്? എന്നാൽ അവര് ഫുൾ ടൈമാ, അവര് ആർസിമിൽ ഫുൾ ടൈമാ. ആ ഫുൾ ടൈം എന്ത് പ്രവർത്തനം ചെയ്യുന്നു ചോദിക്കുമ്പോൾ ആ പ്രവർത്തനം ചെയ്യണം എന്ന് അവർക്കുണ്ട്, അവര് ചെയ്യാൻ അവര് റെഡിയാണ്. പക്ഷെ അവർക്ക് എന്തില്ല, അവരെ ചെയ്യാനുള്ള ഒരു പ്രേരണയില്ല, ചെയ്യാനുള്ള ലോക്കിംഗ് സിസ്റ്റം ഇല്ല. എന്താണ് ചെയ്യാനുള്ള ലോക്കിംഗ് സിസ്റ്റം? ഡേറ്റ് ആണ് അല്ലെ? നമ്മള് പാസ്പോർട്ടിന്റെ ഓഫീസിലേക്ക് ഇന്ന ഡേറ്റിന് നിങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാസ്പോർട്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് വെച്ച് നമ്മൾ ഓർമ്മ വെച്ച് അവിടെ പോവും. കാരണം അതിനൊരു ഡേറ്റ് ഉണ്ട്, അതിനൊരു സമയമുണ്ട് അല്ലെ? ആ രീതിയിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കൂ. നമ്മൾ ഒരു ഡയമണ്ട് ആവണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 5, 10, 15 വർഷം കഴിയുമ്പോൾ ഡയമണ്ട് ആവണം എന്ന് ചിന്തിക്കുമ്പോൾ ഡയമണ്ട് ആവാൻ വേണ്ടി നമ്മൾ അടുത്ത വർഷം നമ്മൾ എന്താവണം? ഡയമണ്ടിലേക്ക് യാത്ര ചെയ്യില്ല, അടുത്ത വർഷം ഞാൻ എന്താവണം? 6 മാസത്തിനുള്ളിൽ എന്താവണം അല്ലെ? ആ 6 മാസത്തിനുള്ളിൽ എന്താണോ ഈ ഒരു മാസം അതിന്റെ പ്രവർത്തനം എന്താണ് അത് ചെയ്യാനായിട്ട് അല്ലെ? ഒരു മാസത്തെങ്കിലും മിനിമം ഒരു ചാർട്ട് നമ്മുടെ കയ്യിലുണ്ടാവണം പ്രവർത്തനം. അതില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഡയമണ്ട് ആവാൻ പറ്റുക? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു മാസത്തെ ചാർട്ട് നമ്മുടെ മാസത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാവണം. ഈ മാസം ജൂൺ മാസം തുടക്കം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കൂ. പ്ലാൻ ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്നു, നിങ്ങളൊരു 5 നിങ്ങളുടെ ടീമിലെ ഒരു 5 ഹോം മീറ്റിംഗ് നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. 5 ഹോം മീറ്റിംഗ് ലളിതയ്ക്ക് ഞാൻ ഇന്ന ദിവസം ഒരു ഹോം മീറ്റിംഗ് ഞാൻ കൊടുക്കും. ലളിതോട് പറയാൻ പോവാണ് അല്ലെ? 5 എഴുതൂ. നിങ്ങളൊരു ആക്ടിവിറ്റി കൊണ്ടുവരാനാണ്. 5 എഴുതൂ. എഴുതി കഴിഞ്ഞിട്ട് ലളിത, ഞാൻ സുബ്രന് ഞാൻ ഇന്ന ഹോം മീറ്റിംഗ് ഞാൻ കൊടുക്കും. സുബ്രനോട് വിളിച്ചു ചോദിച്ചു, സുബ്ര ഞാൻ ഇന്ന ഒരു ദിവസം നിനക്കൊരു ഡേറ്റ് തരാം, നീ ഒരു ഹോം മീറ്റിംഗ് സംഘടിപ്പിക്കും. ഒരു നിങ്ങളുടെ അയലക്കാരൊക്കെ ഒന്ന് വിളിച്ചൊന്നും കൂട്. ഞാൻ ഇന്ന് എന്റെ ഒരു ചാർട്ട് ചെയ്തപ്പോ ഞാൻ ഈ ഒരു ഡേറ്റ് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നിരിക്കാം, ഒന്ന് വെച്ച് നോക്കി. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. സുബ്രൻ ആഘോഷം കൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്താ കാരണം? ഇന്ന് വേറെ ഒരു ഡേറ്റ് തരാന്ന് പറയാത്ത ഒരാള് ഉണ്ട്, ഡേറ്റ് തന്നിരിക്കുന്നു എനിക്ക് വേണ്ടി, സാറിന്റെ ഒരു ഡേറ്റ് തന്നിരിക്കുന്നു. അദ്ദേഹം ഒരുങ്ങും. അദ്ദേഹം ഒരുങ്ങി. നേരത്തെ കൂട്ടി പറഞ്ഞത് കൊണ്ട് ഒരു 7-ാം തീയതി ഒരു ക്ലാസ് എന്ന് പറഞ്ഞത് കൊണ്ട് എന്തുണ്ട്, സുബ്രൻ സാർ എന്ത് ചെയ്യും? പല ആളുകളോടും പറഞ്ഞു, എന്റെ ലീഡർ വരുന്നുണ്ട്, നിങ്ങൾ വന്നിരുന്നാൽ ഗുണം ചെയ്യും. ആ ഒരു പ്ലാനിങ് ചെയ്തു. നിങ്ങൾ ആ ഒരു ഡേറ്റ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ, അദ്ദേഹത്തിന് ആ ഡേറ്റ് കൊടുക്കുമ്പോൾ ആ ഡേറ്റിന് നിങ്ങൾ അവിടെ പോവാൻ നിങ്ങൾ തയ്യാറാവോ? മോഹൻദാസ് സാറ് ഡേറ്റ് നിങ്ങൾ കൊടുത്തതാ, ഡേറ്റ് നിങ്ങൾ കൊടുത്തതാ അല്ലെ? നിങ്ങൾ ഡേറ്റ് കൊടുത്തപ്പോൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആളെന്ത് ചിന്തിക്കും? അയ്യോ, ആ ഡേറ്റ് എനിക്ക് പറ്റില്ല എന്ന് പറയാൻ സാധ്യത കുറവാ. ഇനി ആ ഡേറ്റ് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അന്ന് കല്യാണം ഉണ്ടെങ്കിൽ ശരി, കുഴപ്പമില്ല, അന്നാ ഒരു കാര്യം ചെയ്തോ, 12, 13 എനിക്ക് ഒഴിവുണ്ട്, എന്നാ ഒഴിവുണ്ടാവുക? ആളോട് ചോദിക്കണം. ഞാൻ വരാൻ തയ്യാറാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഡേറ്റ് ആള് സെലക്ട് ചെയ്യും. അപ്പൊ ആ ഡേറ്റ് സുബ്രൻ 7-ാം തീയതിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷെ സുബ്രന് 11-ാം തീയതി പറ്റുള്ളൂ, നമ്മൾ 11-ാം തീയതി വെച്ചു അല്ലെ? ഇങ്ങനെ ഒന്ന് ചാർട്ട് ചെയ്ത് ഒരു 5 പേര് അല്ലെങ്കിൽ 10 പേര്, ഞാൻ പറയുന്നു 10-ാം തീയതിക്കുള്ളില് അല്ലെങ്കിൽ 15-ാം തീയതിക്കുള്ളില് ഉള്ള ഒരു പ്ലാനിങ് ആദ്യം ചെയ്യാം. 15-ാം തീയതിക്കുള്ളിലെ ഡേറ്റ്, ആ 15-ാം തീയതിക്കുള്ളില് ഒരു 5 or 10 ഹോം മീറ്റിംഗ് നിങ്ങൾ നിശ്ചയിച്ചു നോക്കി. ആ നിശ്ചയിച്ച ഹോം മീറ്റിംഗ് നടക്കും. എന്താ കാരണം? നിങ്ങൾക്ക് ബോധ്യമുണ്ട് ആ ഹോം മീറ്റിംഗ്, നിങ്ങളുടെ ടീമുകൾക്ക് ബോധ്യമുണ്ട് ഹോം മീറ്റിംഗ്. അവര് ബോധ്യമുള്ളത് കൊണ്ട് അവര് ആളുകളെ വിളിച്ചു കേട്ടും നിങ്ങൾ പോകും. പക്ഷെ പല ആളുകളും എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട്, ഇങ്ങനെ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? കാലത്ത് എണീറ്റു, കുളിച്ചു, കുറി തൊട്ടു, കാര്യങ്ങൾ ചെയ്തു, ഡ്രസ്സൊക്കെ ഇട്ടു ഇരിക്കുക. ഇനി എവിടേക്ക് പോകണ്ടെന്നു അല്ലെ? ഇന്ന് എവിടെയെങ്കിലും പോകണം, പക്ഷെ എവിടേക്ക് പോകണ്ടെന്ന് ഇരിക്കുകയാണ്. അപ്പോഴേക്കുണ്ട് നല്ല ഉപ്പേരി കൂട്ടാൻ കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോ തോന്നി ഇനിയിപ്പോ എന്തായാലും 11 മണിയായില്ലേ, ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് നോക്കിയപ്പോ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോ ഒന്ന് മയങ്ങാന്ന് തോന്നി. ഒന്ന് കിടന്നു കഴിഞ്ഞപ്പോ ഉണ്ട് 4 മണി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എവിടേക്കാന്ന് ഇന്നത്തെ ദിവസം പോയി. എന്താ കാരണം? പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാ. പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ തലേദിവസം കെടുക്കുമ്പോ തന്നെ ചാടി എനിക്കും ഇന്ന് എനിക്ക് ഹോം മീറ്റിംഗ്, ഞാനൊരു ക്ലാസ്സിൽ ചാലക്കുടിയിൽ പറഞ്ഞില്ലേ, 3 മണിക്കും 4 മണിക്കൊക്കെ ചാടി ഞെട്ടി എനിക്കാണ്. എന്താ കാരണം? ഇന്ന് ഹോം മീറ്റിങ്ങിന് പോകണ്ട, സമയമായോ നോക്കാൻ. ആലോചിച്ച് നോക്കൂ. ഈ പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മൾ ഞെട്ടി എനിക്കോ? നല്ല മഴയാ,
ഒരുമാതിരി ഞെട്ടി എനിക്കും, മൂത്രമൊഴിക്കാൻ മുട്ടി ഞെട്ടി എനിക്കും. എന്താ കാരണം? പായൽ പോകുന്ന വെച്ചിട്ട് അത് കഴിഞ്ഞ് വീണ്ടും വന്ന് കെടുക്കും അല്ലെ? പ്ലാനിങ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കെടുക്കോ സാനു സാറേ? പിന്നെ നമ്മൾ കെടുക്കോ? കെടുക്കില്ല. നമ്മൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ ചെല്ലാന്ന്. അവര് ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരും ആക്റ്റീവ് ആവും, നമ്മൾ ആക്റ്റീവ് ആവും. നമ്മുടെ ടീമിനെ എങ്ങനെ ആക്റ്റീവ് ആക്കാന്ന് മനസ്സിലായ അല്ലെ? 100 പേര് വന്ന് 100 പേര് ഒന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ 100 പേരെ നമ്മൾ ലോക്കാക്കണം. നമ്മൾ ലോക്കാക്കണം. ARCയും ഗുഡ് ആർസിയും മുന്നേ നമ്മൾ ലോക്കാക്കണം. എന്നിട്ട് വേണം നമ്മുടെ ടീമിനെ ലോക്കാക്കണം. ഈ ലോക്കിൽ നിന്ന് ഊരി പോകുന്ന ആളുകള് ചുരുക്ക, അവർക്ക് യോഗമില്ല എന്ന് വിചാരിച്ചാൽ മതി. ആ ലോക്കിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടോ അങ്ങനെ പെട്ടതാണ് ഈ സജീവ് കുമാർ, ഗിരി സാറിന്റെയും രാജ് സാറിന്റെ ഒക്കെ ലോക്കില് ഞാൻ പെട്ടു. ഞാൻ പെട്ടപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. ക്ലിയറായ? അതുകൊണ്ട് ആ പെടല് നമ്മള് രക്ഷപ്പെടാണ്, നമ്മുടെ ടീമിനെ രക്ഷപ്പെടാനുള്ള ഒരു പെടത്തിലാണ്. അതുകൊണ്ട് ആ ഡയറിയാണ് നമ്മുടെ മാസ്റ്റർ, ഡയറിയാണ് നമ്മുടെ പ്രവർത്തനം, ഡയറിയാണ് നമ്മുടെ ആക്ടിവിനേഴ്സ്, ഡയറിയാണ് നമ്മുടെ എനർജി, ഡയറിയാണ് നമ്മുടെ പ്ലാനിങ്. ആ പ്ലാനിങ് നമ്മൾ ചെയ്തോ വിജയം സുനിശ്ചിതം. അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ടത് എന്താണ്? ടു ഡു ലിസ്റ്റ് ഉണ്ടാവണം അല്ലെ? ഇന്ന് ഒരു മാസത്തെ ലിസ്റ്റ് വന്നു, പക്ഷെ ഇന്ന് ചെയ്യേണ്ടത് എന്താണ്? തലേദിവസം ബോധ്യം ഉണ്ടാവണം. നാളെ ഞാൻ എവിടെ പോകണം, എന്തൊക്കെ ചെയ്യണം അല്ലെ? ഇന്ന് ഒരു ഉച്ചവരെയാണ് ഒരു ഹോം മീറ്റിംഗ് ഉള്ളത് എനിക്ക്. ഉച്ച കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ്. അപ്പൊ നമ്മൾ നോക്കണം ഏത് റൂട്ടാണ് ഞാൻ പോകുന്നത്. ആ റൂട്ടില് വരുന്ന വഴിക്ക് ആരൊക്കെ കാണാം അല്ലെ? അവിടെ വെറുതെ മിസ്സാക്കരുത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഒരു ക്ലാസ്സിന് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ രാത്രി 12 മണിക്കാണ് വീണ്ടും വീട്ടിൽ കയറുന്നത്. എന്താ കാരണം? ക്ലാസ് ചിലപ്പോൾ 2 മണി 3 മണി വരെ ഉണ്ടാവുള്ളൂ. പക്ഷെ വരുന്ന വഴിയിൽ പല ആളുകളെയും കണ്ട് മനസ്സിലാക്കി അവരെ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പൊലിപ്പെടുത്തി അവരൊന്ന് വെറുതെ ഒന്ന് കണ്ട് ചിലപ്പോൾ ഒരു കപ്പ് കാപ്പി ഒരുമിച്ച് കുടിച്ച് അല്ലെ? ഒരു ബന്ധം കാത്തു സൂക്ഷിച്ച് അങ്ങനെ അവിടെ കണ്ട് ഇങ്ങനെ പറയെടുത്തുകൊണ്ട് പോയി. അങ്ങനെ പോന്നു കഴിയുമ്പോൾ എന്തുണ്ട് അവിടെ ആ ഒരു പ്രവർത്തനം നടക്കും. ടീമായിട്ടൊരു നല്ലൊരു ആത്മബന്ധം ഉണ്ടാവും. ഈ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ റിസൾട്ട് വരും. അതുകൊണ്ട് കുറെ ആളുകൾ എന്റെ ടീമിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഈ ആളുകളെ പ്രവർത്തനം ചെയ്യിപ്പിക്കാനും ആ പ്രവർത്തനം ചെയ്യുന്ന രീതിയിലേക്ക് മുന്നിട്ട് നിന്ന് നമ്മൾ ലീഡർഷിപ്പ് വളർത്താനും ആ ലീഡർ ചെയ്യേണ്ട ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യാനും നമ്മളെ ലോക്കാക്കിക്കൊണ്ട് നമ്മുടെ ടീമിനെ ലോക്കാക്കുന്ന പ്രവർത്തനം ആരാണോ ചെയ്യുന്നത് അവർക്ക് വിജയിക്കാം അല്ലെ? അന്ന് ഗിരി സാറ് കാണിച്ചു തന്ന ആ കാര്യം ഇന്നും അല്ലെ? ഓരോ മാസത്തെ തുടക്കത്തിൽ എന്റെ ഡയറി ഞാൻ ഫില്ല് ചെയ്യും. എന്നിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1-2 ഡേറ്റ് ഒക്കെ ചിലപ്പോൾ എന്താണ് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ അവിടെ ആർക്കാണോ പ്രോഗ്രാം കൊടുക്കേണ്ടതെന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വീണ്ടും ആ ഡേറ്റ് ഫില്ല് ചെയ്ത് നോക്കുമ്പോൾ ഒരു മാസം ഒരു മാസം ഫുള്ളായിട്ട് നമ്മുടെ പ്രവർത്തനം കൊണ്ടുവരാനും നമ്മുടെ ടീമിന്റെ പ്രവർത്തനം ചെയ്യിപ്പിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്ലാനിങ് വളരെ പ്രധാനമാണ്. പ്ലാനിങ് ഇല്ലാത്ത സ്വപ്നങ്ങള് സ്വപ്നങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് പ്ലാനിങ്ങോട് കൂടി നമ്മുടെ ഡയറിയെ മാസ്റ്റർ ആക്കിക്കൊണ്ട് ഡയറിയിൽ നമ്മളെ ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവർക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഡോക്ടർ രാജ് സാറ് ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. എന്തായാലും അദ്ദേഹം വീഡിയോ ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഡോക്ടർ രാജ് സാറിന് 2 വാക്ക് പറഞ്ഞു നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരാനായിട്ട് രാജ് സാറിന് ഞാൻ ഇതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. രാജ് സാർ, കമോൺ സ്റ്റേജ്. ARCM